بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. ഏറെ പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, നമ്മുടെ മൻഹജ് ഖുർആൻ സ്റ്റഡിയുടെ കഴിഞ്ഞ ഏതാനും ഘട്ടങ്ങൾ റുബൂബിയത്ത്, ഉലൂഹിയത്ത്, തൗഹീദ്, അസ്മാഉ സിഫാത്ത്, ഇതുമായി ബന്ധപ്പെട്ട തൗഹീദിന്റെ ഭാഗങ്ങൾ ചർച്ച ചെയ്തതിനു ശേഷം അള്ളാഹുവിനെ കുറിച്ച് മൊത്തത്തിൽ ഖുർആനിൽ വന്നിട്ടുള്ള മറ്റ് അധിക ഗുണവിശേഷണങ്ങളെ പരിചയപ്പെടുത്തുകയും ശേഷം ഇബാദത്ത്, ദീന് എന്നുള്ള രണ്ട് വളരെ പ്രധാനപ്പെട്ട ആശയങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു. ഈ ചർച്ചകൾക്കിടയിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചൊരു കാര്യം, നമ്മുടെ ഈ ക്ലാസ് എന്നതിനപ്പുറം അതിനുശേഷവും നമ്മുടെ ആളുകളുടെ വായനകൾ, അവരുടെ ഖുർആൻ പാരായണത്തെ സംബന്ധിച്ച് അവരുടെ പിന്നീടുണ്ടാവുന്ന റിഫ്ലക്ഷൻസ്, അവരുടെ ആ വിഷയത്തിലുള്ള പ്രത്യേകമായ അഭിപ്രായങ്ങൾ, അതല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ഒരു ചില ഇൽഹാമുകൾ, അതല്ലെങ്കിൽ ഇൽഹാം എന്ന് പറയുന്ന പദം കുറെ കൂടി മുകളിലേക്ക് കയറിപ്പോയെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആലോചനകൾ, ഇതുകൊണ്ടൊക്കെ വളരെ മനോഹരമാണ് നമ്മുടെ ഗ്രൂപ്പിലെ പല ആളുകളുടെയും ഇടപെടലുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സുപ്രധാനമായ ഒരു ദിവസമാണ്. എന്താന്ന് വെച്ചാൽ നമ്മുടെ കൂട്ടത്തില് നൂറുകണക്കിന് പഠിതാക്കളുണ്ട്. അപ്പോ അവർക്കൊക്കെ നമ്മൾ വ്യത്യസ്ത ടാസ്കുകൾ നമ്മുടെ ഗ്രൂപ്പുകൾ മുഖേന കൊടുക്കാറുണ്ട്. അപ്പൊ ഒരു പബ്ലിക്കായി വന്ന് ടാസ്കുകൾ അവതരിപ്പിക്കുക എന്നുള്ള, പ്രത്യേകിച്ച് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലാകുമ്പോൾ പോലും പലർക്കും ഒരു മടിയുള്ളൊരു കാര്യമായിരിക്കും. പക്ഷെ അപ്പോൾ നമ്മൾ ഇന്ന് ആഗ്രഹിച്ചൊരു കാര്യം, ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട കുറച്ചുപേർ, അവരാരെയും നിർബന്ധിക്കാതെ നമ്മൾ നേരത്തെ കൊടുത്തിട്ടുള്ള അള്ളാഹുവിന്റെ അൽ അസ്മാവുമായി ബന്ധപ്പെടുത്തിയ, അൽ അസ്മാഉൽ ഹുസ്നയുമായി ബന്ധപ്പെടുത്തിയ അവർ തന്നെയും നമ്മുടെ ഗ്രൂപ്പിലും മറ്റും പങ്കുവെച്ച കാര്യങ്ങൾ ഒരു പ്രസന്റേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നും അതെന്തോ ഒരു ടാസ്ക് ആണെന്ന് തോന്നും. അങ്ങനെയല്ല. ഖുർആൻ പഠനത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വഴി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് തന്നെ ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു എന്നാണ്. നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുക എന്നാണ്. അപ്പൊ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റഡി സെന്ററിൽ ടീച്ചർ ആവുക എന്നുള്ളത് മാത്രമല്ല, നമുക്കറിയുന്ന സംഗതി മറ്റൊരാളുമായി പങ്കുവെക്കുക, അത് പഠിപ്പിക്കലാണ്. അപ്പൊ അങ്ങനെ പഠിപ്പിക്കുക, ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പഠിക്കാനുള്ള ഏറ്റവും മികച്ച വഴി എന്താണെന്ന് ചോദിച്ചാല് നമ്മളുടെ ചുറ്റുമുള്ളവരോട് നമ്മളത് പറയുക എന്നുള്ളത് തന്നെയാണ്. അത് നമ്മുടെ ഒരേ സമയം നമ്മുടെ പ്രബോധന ദൗത്യമാണ്. അതിലുപരി ഏത് വിഷയത്തിലും നമുക്ക് ധാരണകൾ ഉണ്ടാകാൻ, അതല്ലെങ്കിൽ നമ്മുടെ ധാരണകളിൽ തന്നെയും കുറെ ഉറപ്പുകൾ ഉണ്ടാവാൻ, നമ്മൾ പഠിച്ചത് മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് അത് കൂടുതൽ ഉപകാരപ്പെടും. മറ്റൊരു കാര്യം, എല്ലാവരുടെയും ഈ വിഷയത്തിലെ ജ്ഞാനവും അവരുടെ പശ്ചാത്തലവും ഒക്കെ വ്യത്യാസപ്പെട്ടിരിക്കും. അതുകൊണ്ട് നമ്മൾ ഒരു ഭാഷാ പാണ്ഡിത്യ ക്ലാസ്സുകൾ പോലെ ഇതില് എല്ലാവരും അവതരിപ്പിക്കണം എന്ന് ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. നേരത്തെ പറഞ്ഞതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഒരു ഉദ്ദേശ്യം, പ്രേരകം എന്ന് പറയുന്നത്. കാരണം നമുക്ക് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ഖുർആൻ അറിയുന്നതോടൊപ്പം, പഠിക്കുന്നതോടൊപ്പം അത് മറ്റുള്ളവരുമായി ഷെയർ ചെയ്യാനും കൂടി പറ്റുന്ന ആളുകൾ, ആദ്യഘട്ടത്തിൽ ഇന്നിപ്പോ 8 പേരുടെ അവതരണമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അത് ഇൻഷാ അല്ലാഹ് ഇനി അടുത്തൊരു ഘട്ടത്തിൽ ചിലപ്പോൾ പേര് തരുമ്പോൾ ഇവരല്ലാത്ത മറ്റ് ആളുകൾ കൂടി പേര് തന്ന് അവരവതരിപ്പിച്ച് അങ്ങനെ കൂടി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സെഷനൊക്കെ ആയിട്ട് പോകണമെന്നാണ് നമ്മൾ ഇതിനെക്കുറിച്ച് കരുതുന്നത്. തീർത്തും എല്ലാവരും കൂടി പങ്ക് ചേരുന്ന ഒരു ഇന്ററാക്റ്റീവ് സെഷനൊക്കെ ആയിട്ട് തന്നെ ഇത് കൊണ്ടുപോകണം എന്നുള്ളത് കൊണ്ടാണ് ഇന്ന് നമ്മൾ നേരിട്ടൊരു വിഷയം ചർച്ച ചെയ്യാതെ നിങ്ങളുടെ അവതരണങ്ങൾ മറ്റും ഒക്കെ ആയിട്ട് അതിനെ കണ്ടിട്ടുള്ളത്. അതും പൊതുസമൂഹത്തിനുള്ള, അതോടൊപ്പം തന്നെ നമുക്ക് തന്നെയുള്ള ഒരു വലിയ ഒരു ബാക്കപ്പ് ആയിട്ട് ഇൻഷാ അല്ലാഹ് അത് റെക്കോർഡ് ചെയ്യപ്പെടും എന്നാണ് നമ്മൾ കരുതുന്നത്.
അള്ളാഹു നമ്മളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ്. ഇൻഷാ അള്ളാഹ് ഇന്നത്തെ ഈ സെഷൻ പൂർണ്ണമായി ഹാൻഡിൽ ചെയ്യുക ബഹുമാന്യനായ നമ്മുടെ ഹബീബ് സാഹിബാണ്. അപ്പോ ഇൻഷാ അള്ളാഹ് ഞാന് നമ്മുടെ വീഡിയോ മൊബൈൽ നെറ്റിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതിൻ്റെതായൊരു മറ്റ് പ്രശ്നങ്ങളില്ലാതിരിക്കാൻ വേണ്ടി ഇതിനു ശേഷം ഈ വീഡിയോ ഞാൻ ഓഫാക്കുന്നതായിരിക്കും. ഇപ്പൊ ഇൻഷാ അള്ളാഹ് നിങ്ങളുടെ അവതരണങ്ങളിൽ കൂടുതൽ മെച്ചമുള്ള ഒരു കണ്ടന്റ്, അതോടൊപ്പം തന്നെ അതിനുശേഷം നമ്മളെ സംബന്ധിച്ച് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഏറ്റവും സുന്ദരമായ ഇതിലൂടെയൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പടച്ചവന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതിഫലമാണ്. ഇതൊക്കെ നേടിയെടുക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ച ഒരു അനുഭവമായിട്ട് നമ്മുടെ ഈ മൻഹജ് വേദിയെ അള്ളാഹു മാറ്റി തീർക്കുമാറാകട്ടെ. ഇന്ന് അവതരിപ്പിക്കുന്ന ഓരോരുത്തരെയും അതിന്റെ ഒരു ലൈനപ്പ് അനുസരിച്ച് കോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബഹുമാന്യനായ ഹബീബ് സാഹിബിനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ആദ്യത്തെ അവതരണം ഇൻഷാ അല്ലാഹ് സഫീറ സാഹിബാണ്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أسماء الحسنയിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അസ്മാഉൽ ഹുസ്നയിൽ അൽ അലി എന്നുള്ള നാമമാണ് ഞാൻ മനസ്സിലാക്കി നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അള്ളാഹു എവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അൽ അലി അള്ളാഹുവിൻ്റെ ഏറ്റവും ഉത്തമമായൊരു നാമവും അതുപോലെ അതിൻ്റെ മഹത്വമാണ് ഞാൻ പറയുന്നത്. അൽ അലി എന്നുള്ളത് ഭാഷാപരമായിട്ട് അൽ അലിയു ഹുവൽ മുർത്തഫിഉ ഫൗഖ ഖൽഖിഹി അൽ അളീമു ഫി ഖദ്രിഹി വസുൽത്താനിഹി. സൃഷ്ടികൾക്ക് മീതെ ഉന്നതനായവനും മഹത്വത്തിലും അധികാരത്തിലും പരമോന്നതനായവനും ആണ് ഇതിൻ്റെ അർത്ഥം. ഇപ്പോൾ എല്ലാവിധത്തിലുള്ള പരിപൂർണ ഉന്നതിയുടെയും ഉടമയായവൻ, മഹത്വത്തിലും ശക്തിയിലും അധികാരത്തിലും ജ്ഞാനത്തിലും സൃഷ്ടികളുടെ എല്ലാം അതിജയിച്ച അത്യുന്നതൻ. അള്ളാഹുവിൻ്റെ ഉന്നതി എന്ന് പറയുന്നത് സൃഷ്ടികളുടെ ഉന്നതി പോലെ അല്ല. മനുഷ്യൻ പദവിയിലൂടെയും സമ്പത്തിലൂടെയും പ്രശസ്തിയിലൂടെയുള്ള വരുമ്പോൾ അള്ളാഹുവിൻ്റെ ഉന്നതി എന്ന് പറയുന്നത് പരിപൂർണമാണ്. സൃഷ്ടികളോട് അത് ഉപമിക്കാനേ പറ്റുകയില്ല. അപ്പൊ ഈ അൽ അലി എന്നുള്ള വാക്ക് ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ ഏറ്റവും മഹത്തായ ഒരു ആയത്തുൽ കുർസിയാണല്ലോ. ഖുർആനിലെ ആയത്തുൽ കുർസിയില് വഹുവൽ അലിയുൽ അലീം എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ രണ്ട് മഹത്തായ നാമങ്ങൾ ഒന്നിച്ചു വരുന്നുണ്ട്, അൽ അലി അൽ അലീം എന്നുള്ളത്. അൽ അലി എന്ന് പറയുമ്പോൾ ജ്ഞാനത്തിൽ എല്ലാം അറിയുന്നവന്, ശക്തിയിൽ എല്ലാത്തിനും കഴിവുള്ളവന്, അധികാരത്തിൽ എല്ലാറ്റിൻ്റെയും യഥാർത്ഥ അധിപൻ, മഹത്വത്തിലോ അവനേക്കാൾ മഹാനായി ആരുമില്ല, സ്ഥാനത്തിലോ സൃഷ്ടികളൊന്നും അവനോട് തുല്യമല്ല. ഇപ്പൊ എല്ലാത്തിനും മുകളിലുള്ള എൻ്റെ റബ്ബ് ഇപ്പൊ എന്നെ കാണുന്നു, അറിയുന്നു, നിയന്ത്രിക്കുന്നു എന്നുള്ളൊരു ഉത്തമ ബോധം. നമുക്കറിയാം സൂറത്തുൽ അൽ അലി എന്നുള്ള വാക്ക് പ്രവാചകന്റെ ഒരു വചനം നമ്മൾ മനസ്സിലാക്കിയാലേ ഖുദ്സിയായ ഒരു ഹദീസിലെ അൽ കിബ്രിയാഉ റിദാഇ വൽ അളമത്തു ഇസാരി ഫമൻ നാസ അനി വാഹിദം മിൻഹുമാ ഖദഫ്തുഹു ഫിന്നാർ. അഹങ്കാരവും മഹത്വവും എൻ്റെതാണ്, അതിലേതെങ്കിലും ഒന്നിലാരെങ്കിലും എനിക്ക് കഴിയുമെന്നുള്ള രീതിയിൽ മത്സരിക്കാൻ നിന്നാല് അവൻ നരകം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരുമെന്ന്. അപ്പോ അൽ അലി എന്ന നാമം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവേണ്ട ഒരു മാറ്റം എന്ന് പറയുന്നത്, ഒന്നാമത് അഹങ്കാരം എന്നത് കുറയണം. അള്ളാഹുവാണ് യഥാർത്ഥത്തിൽ അലി, ഉന്നതൻ. നമുക്ക് ലഭിച്ച ഉയർച്ചയിൽ നമ്മൾ അഹങ്കരിക്കരുത്. അള്ളാഹു എന്നെ ഉയർത്തി എന്നൊരു ചിന്തയോട് കൂടി തന്നെ പോകണം. നമുക്കറിയാം അഹങ്കാരം, കിബിർ എന്ന് പറയുന്നത് ഫസ്റ്റ് തന്നെ ഞാനെന്നൊരു ഭാവമാണ് ഈ കിബിർ എന്ന് പറയുന്നത്. അത് പിശാചിനാണ് ഫസ്റ്റിൽ അത് തോന്നിയത് അല്ലേ. ആദമിന് വേണ്ടി സുജൂദ് ചെയ്യാൻ വേണ്ടി
അന്ന് അള്ളാഹു കൽപ്പിച്ചപ്പോ ആദം അലൈഹിസ്സലാമിന് വേണ്ടി സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചപ്പോ ഇബ്ലീസ് അതിൽ നിന്ന് മാറി നിന്നു. പക്ഷെ അപ്പൊ അവിടെ ഉന്നയിച്ചെന്താ, ഞാനാണ് വലിയവൻ എന്നുള്ള ഒരു ഭാവം. അത് ഖലഖ്തനീ മിൻ നാർ വഖലഖ്തുഹു മിൻ തീൻ അല്ലെ, കാരണം കണ്ടത് ഞാൻ ഉത്തമനാണ്. പക്ഷെ ഈ ഒരു ചിന്ത ഇന്നും ഞാനാണെന്നൊരു ഭാവം എല്ലാത്തിലും ഉണ്ടാവുമ്പോ അപ്പൊ അതിലാണ് കിബിർ എന്ന് പറയുന്ന ഒരവസ്ഥ നമുക്ക് ഉണ്ടാവുന്നത്. ഇങ്ങനെ നമുക്ക് ഉണ്ടാവാൻ പാടില്ല. കാരണം നമുക്കറിയാം അള്ളാഹു ആണ്. കാരണം മനുഷ്യരുടെ മുന്നിലല്ലേ നമ്മളിങ്ങനെ ഉന്നതന്, ഞാൻ എല്ലാ കാര്യത്തിലും, സമ്പത്തിന്റെ കാര്യത്തില്, പിന്നെ അറിവിന്റെ കാര്യത്തില്, പദവിയുടെ കാര്യത്തില്, ഇങ്ങനൊക്കെ ഉന്നതനായിട്ട് നിൽക്കുമ്പോ അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിലൊക്കെ അള്ളാഹുവാണ് ഉന്നതുള്ളത്. മറ്റൊരു മനുഷ്യന്റെ മുന്നിൽ നമ്മൾ അഹങ്കാരം കൊണ്ടുവരണ്ട. കാരണം എല്ലാ മനുഷ്യരെയും അള്ളാഹു ആദരിച്ചിരിക്കുന്നുണ്ട്. അപ്പൊ മനുഷ്യൻ ഉയരാൻ ശ്രമിക്കുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ ആരുടെ മുമ്പിലാണ് നമ്മള്? അള്ളാന്റെ മുന്നിൽ നമ്മളെപ്പോഴും ഒരു അടിമ തന്നെയാണ് അല്ലെ. ഇപ്പൊ യഥാർത്ഥത്തിന് കൂടുതൽ പണം കിട്ടിയിട്ടുള്ള ഒരു ഉയർച്ച, പദവി കിട്ടിയിട്ടുള്ള ഉയർച്ച, പ്രശസ്തി കിട്ടിയിട്ടുള്ള ഒരു ഉയർച്ച. പക്ഷെ ഖുർആൻ ഇതൊന്നുമല്ല നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ ഉയരുക ഇന്ന അക്രമക്കും ഇന്ദല്ലാഹി അത്ഖാക്കും, അള്ളാന്റെ അടുത്ത് നമ്മൾ ഉയരുക, അള്ളാന്റെ അടുക്കൽ ഏറ്റവും ആദരണീയം എന്ന് പറയുന്നത് തഖ്വ കൈകൊണ്ട് അള്ളാഹിനനുസരിച്ച് ജീവിക്കുമ്പോഴാണ്. അപ്പം അൽ അലി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഏതൊന്നിലും ഏതൊരു കാര്യത്തിലും നമ്മൾ അഹങ്കരിക്കാനോ അല്ലെങ്കിൽ കിബർ നടിക്കാനൊന്നും പാടില്ല. രണ്ടാമത് മനുഷ്യരുടെ പല ആളുകളുടെ ഇടയിൽ നമ്മൾ ആരെങ്കിലും നമ്മെ താഴ്ത്തി പറഞ്ഞാൽ നമ്മുടെ വില ഇല്ലാതാകുന്നില്ല. കാരണം അള്ളാഹുവിൻ്റെ അടുക്കലുള്ള നമ്മുടെ സ്ഥാനമാണ് നമുക്ക് പ്രധാനമായിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ അള്ളാഹിൻ്റെ മുന്നിൽ നമ്മൾ വിനയപ്പെടുക. നാം ഭൂമിയിൽ സുജൂദ് എന്ന് പറയുന്നത്, സുജൂദിൽ നമ്മൾ സുബ്ഹാന റബ്ബിയൽ ആല എന്ന് പറയുന്നുണ്ട്. സുജൂദിൽ നമ്മൾ അള്ളാഹുവിന്റെ മുന്നിലേക്ക് അങ്ങ് താഴ്ന്ന് ഹൃദയം കൊണ്ട് അള്ളാഹുവിലേക്ക് നമ്മൾ ഉയരുകയാണ് ചെയ്യുന്നത്. അപ്പൊ അൽ അലി എന്നുള്ളൊരു നാമം നമ്മുടെ യഥാർത്ഥത്തില് ഉയർച്ച എന്ന് പറയുന്നതൊക്കെ അള്ളാഹുവിനാണ്. ഞാൻ അവന്റെ ഒരു ദാസൻ മാത്രമാണ്. ഇതാണ് നമ്മളെപ്പോഴും വിനയാന്വിതനാക്കി മാറ്റുന്നത്. അപ്പൊ അൽ അലി എന്ന് മനസ്സിലാക്കുന്നതിലൂടെ നമ്മള് ഇങ്ങനെ ഒരു എന്താ പറയാ, എല്ലാവരുടെ മുന്നിലൊരു നല്ലൊരു നിലപാടിലായിരിക്കും ഉണ്ടാവുക. കാരണം കിബിർ എന്ന് പറയുന്ന ഒരവസ്ഥ നമുക്ക് ഉണ്ടാവില്ല. അള്ളാഹുവിനെ യഥാർത്ഥമായി മനസ്സിലാക്കുന്നതോടെ. ഇത് ഖുർആനിലെ പിന്നെ കുറെ സ്ഥലങ്ങളിൽ 5-6 സ്ഥലങ്ങളിൽ 5 സ്ഥലങ്ങളിൽ അൽ അലി എന്ന് തന്നെ നമുക്ക് കാണാൻ കഴിയും. അത് സൂറത്തുൽ ബഖറയിലെ ആയത്തുൽ കുർസിയുടെ ഭാഗത്ത്, അതുപോലെ അശ്ശൂറ 4-ാമത്തെ ആയത്തില്, ലുഖ്മാനിലെ 30-ാമത്തെ ആയത്തിലും, സബയിലെ 23-ാമത്തെ ആയത്തിലും, ഹജ്ജിലെ 62-ാമത്തെ ആയത്തിലും ഒക്കെ നമുക്ക് അൽ അലി എന്ന് തന്നെ രൂപത്തിൽ കാണാൻ പറ്റും. അവനാണ് അത്യുന്നതനും മഹാനും എന്നുള്ള ആ ഒരർത്ഥത്തില് നമുക്ക് കാണാൻ സാധിക്കും. അതേസമയം ഇത് അതിന്റെ രൂപമാറ്റങ്ങളായിക്കൊണ്ട് ഇപ്പം സബ്ബിഹിസ്മ റബ്ബിക്കൽ ആല എന്ന രീതിയിൽ അള്ളാഹുവിനെ ഉന്നതിപ്പെടുത്തിക്കൊണ്ട് വേറെ പല രീതിയിലും നമുക്ക് ഖുർആനിൽ അത് കാണാൻ സാധിക്കും. അല, ഒലുവ്, ആല്, അലി, ആല എന്നൊക്കെ ഉയരുന്നു, ഉയർച്ച, ഉന്നതി എന്നൊക്കെയുള്ള അർത്ഥത്തില് നമുക്ക് ഈ ഒരു അലി എന്നുള്ളതിന്റെ വേറെ രൂപങ്ങൾ ഈ അർത്ഥത്തിൽ നമുക്ക് ഖുർആനിൽ പലയിടത്തിലും കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം അൽ അലി എന്നുള്ളത്, അതുപോലെ തന്നെ ഖുർആനിലെ മുതആൽ എന്ന് കാണാം, മഹാനായവൻ, അത്യുന്നതൻ എന്നൊക്കെ. അപ്പൊ അൽ കബീറുൽ മുതആൽ, മഹാനായവൻ, അത്യുന്നതനായവൻ എന്നൊക്കെ വിശേഷണങ്ങൾ നമുക്കതില് ഖുർആനിൽ ഇത് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഇത്രയും രൂപങ്ങൾ, ഒരുപാട് രൂപങ്ങൾ ഈ അലിന്റെ അർത്ഥത്തിൽ വരുന്ന ഭാഗങ്ങളൊക്കെ ഖുർആനിൽ കാണാം. പക്ഷെ അൽ അലി എന്നുള്ളത് 5 പ്രാവശ്യം സൂറത്തുകളിൽ 5 പ്രാവശ്യമാണ് വന്നിട്ടുള്ളത്. അപ്പം അതല്ലാതെ മറ്റുള്ള ആലിയ ഫീ ജന്നത്തിൻ ആലിയ, കല്ല ഇന്ന കിതാബൽ അബ്റാറ ലഫി അല്ലിയീൻ എന്നൊക്കെയുള്ള രീതിയിലും ഖുർആനിൽ അത് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്രയും രൂപങ്ങൾ നമുക്ക് മനസ്സിലാക്കിയത്, ഇപ്പോൾ ഞാൻ ജീവിതത്തിൽ ഉയരാൻ ആഗ്രഹിക്കുന്നത് എന്തിലാണ്? പണത്തിലാണോ, സ്ഥാനത്തിലാണോ, പ്രശസ്തിയിലാണോ, അതോ ഈമാനിലും തഖ്വയിലും നല്ല സ്വഭാവത്തിലും അള്ളാഹുവിനോടുള്ള അടുപ്പത്തിലുമാണോ എന്ന്
നമ്മളൊന്ന് മനസ്സിലാക്കുക. കാരണം അൽ അലി എന്നുള്ള ഒരു അള്ളാഹുവിനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് എത്രയായാലും ഇത്രയൊന്നും കാര്യത്തിൽ, ഇതിൻ്റെ ഒന്നും പണത്തിലും സമ്പത്തിൻ്റെ ഒന്നും കാര്യത്തിൽ നമുക്ക് എന്തായാലും ഉന്നതി ഞാനാണെന്നുള്ള ഒരു അഹങ്കാരമേ നമ്മളിൽ ഉണ്ടാവില്ല. കാരണം ഇവിടെയൊക്കെ നമ്മുടെ മുകളിൽ ഉന്നതനായ അള്ളാഹു തന്നെയാണ്, അവൻ നൽകിയതാണ് എനിക്കുള്ളത് എന്നുള്ള ഒരു ചിന്ത നമ്മളിലേക്ക് കൊണ്ടുപോകും. അപ്പം നമുക്ക് ഉയരണം, പക്ഷെ അഹങ്കാരത്തിൽ നമുക്ക് ഒരിക്കലും ഉയരരുത്. നമുക്ക് വലിയവരാകണം, പക്ഷെ അത് മനുഷ്യരെ ചെറുതാക്കിയിട്ടുള്ള ഒരു വലിയവരാകരുത്. നമുക്ക് സ്ഥാനമുണ്ടാകണം, പക്ഷെ അള്ളാന്റെ മുന്നിൽ അടിമത്തത്തിന്റെ സ്ഥാനം നമ്മൾ എന്ത് ചെയ്യരുത്, മറന്നു പോകരുത്. അങ്ങനെയായിരിക്കണം നമ്മൾ ലാലി എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതിലൂടെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ اللهم يا علي يا عظيم ارفعنا بالإيمان والتقوى ولا ترفعنا بالكبر والغرور. അല്ലാഹുവേ, അത്യുന്നതനും മഹാനുമായവനെ, ഈമാനിലൂടെയും തഖ്വയിലൂടെയും ഞങ്ങളെ ഉയർത്തേണമേ, അഹങ്കാരത്തിലൂടെയും ദുരാഭിമാനത്തിലൂടെയും ഞങ്ങളെ ഉയർത്തരുതേ എന്നുള്ള പ്രാർത്ഥന നമ്മൾ മുറുകെ പിടിക്കുക. അപ്പം ഖുർആനിലെ സൂറത്തുൽ അലി വന്ന ഭാഗങ്ങളില് ഒരു ഭാഗം എന്ന് പറയുന്നത് സൂറത്തുൽ ഹജ്ജിലെ അന്നല്ലാഹു വൽ അലിയുൽ കബീർ. ഇവിടെ അലി എന്ന നാമം തന്നെ വന്നത് അതുപോലെ സൂറത്ത് സബയില് ഫലാ തൻഫഉ ശഫാഅത്തു ഇൻദഹു ഇല്ലാ ലിമൻ അദിന ലഹു ഹത്താ ഇദാ ഫുസ്സിഅ അൻ ഖുലൂബിഹിം ഖാലൂ മാദാ ഖാല റബ്ബുക്കും ഖാലൂ അൽ ഹഖ് വഹുവൽ അലിയുൽ കബീർ. ഇവിടെ സൂറത്ത് സബയിൽ 23-ാമത്തെ ആയത്തിലാണ് ഈ ആയത്ത് വന്നിരിക്കുന്നത്. അള്ളാഹു അവന്റെ സന്നിധിയിൽ അവന്റെ അനുമതി നൽകിയാൽ അല്ലാതെ യാതൊരാൾക്കും ശുപാർശയും പ്രയോജനപ്പെടുകയില്ല. അവരുടെ ഹൃദയങ്ങളിൽ നിന്നുള്ള ഭയം നീക്കപ്പെടുമ്പോൾ അവർ ചോദിക്കും, നിങ്ങളുടെ രക്ഷിതാവ് എന്താണ് പറഞ്ഞത്? അവർ പറയും, സത്യം തന്നെയാണ് പറഞ്ഞത്, അവൻ അത്യുന്നതനും മഹാനുമാണെന്ന്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അൽ അലി എന്നത് അള്ളാഹുവിന്റെ പരമമായ ഉന്നതിയും മഹത്വവും അധികാരവും സൂചിപ്പിക്കുന്നുണ്ട്. ഈ ആയത്തില് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്, ശുപാർശ പോലും അള്ളാഹിന്റെ അനുമതിയിലൂടെ അല്ലാതെ നടക്കുന്നത് ഇവിടെയാണ് നടക്കുന്നത്. അനുമതി നൽകിയാലാ നടക്കുന്നത്. അതിലൂടെ സൃഷ്ടികളൊന്നും സ്വതന്ത്രമായ അധികാരം കൈവശം വെക്കുന്നില്ലെന്നും പരമാധികാരം അള്ളാഹു ആണെന്നും വ്യക്തമാക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ കുറെ ആയത്തുകള് നമുക്ക് വിശദീകരിക്കാനുണ്ട്. പക്ഷെ ടൈം നമ്മളെ മുന്നിൽ 5, 6, 7 ആണ് പറഞ്ഞത്. അപ്പൊ ഇത്രയും കാര്യങ്ങള് ഞാൻ മനസ്സിലാക്കിയതാണ് നിങ്ങളുമായിട്ട് പങ്കുവെച്ചത്. അപ്പൊ നമുക്ക് അള്ളാഹു അൽ അലിയാണെന്ന് മനസ്സിലാക്കുന്നതിലൂടെ ഒരു കുട്ടി ഒരു രക്ഷിതാവിന്റെ കൈപിടിച്ച് നടന്നു പോകുമ്പോൾ ആ കുട്ടിക്ക് അങ്ങാടിയിലൂടെ നടന്നു പോകുമ്പോൾ ചെറിപ്പായുന്ന വാഹനത്തെയും കുറെ മനുഷ്യന്മാരെയും കുറെ കെട്ടിടങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിലും ഒരു ഭയം ആ കുട്ടിയിൽ വരാതെ ആ കുട്ടി രക്ഷിതാവിന്റെ കൈപിടിച്ച് പോകുമ്പോൾ ഉണ്ടാവുന്നൊരു ആശ്വാസമില്ല. ഇതുപോലെയാണ് അള്ളാഹുവിനെ യഥാർത്ഥമായി മനസ്സിലാക്കുമ്പോൾ ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിൽ നമുക്ക് അള്ളാഹുവിനെ മനസ്സിലാക്കുമ്പോൾ അതിൽ നമുക്ക് ഉണ്ടാകുന്നൊരു നിർഭയത്വം. അതാണ് നമുക്ക് അള്ളാഹു നമുക്ക് അത്തരമൊരു നിർഭയത്വം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാക്കല്ലാ. ഇനി അടുത്ത അവതരണം മുഹ്സിന ജഹാൻ സാഹിബാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിൽ അജ്മഈൻ. ബഹുമാനിയായിട്ടുള്ള നമ്മുടെ ഈ പഠന ഗ്രൂപ്പിന്റെ പഠിപ്പിക്കുന്ന ഉസ്താദായിട്ടുള്ള ഡോക്ടർ നഹാസ് സാഹിബ്, മറ്റു ഗ്രൂപ്പ് അംഗങ്ങളെ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാന് കുറച്ച് പഠിക്കുകയും കുറച്ചു മാത്രം നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്നത് അള്ളാഹുവിന്റെ വിശിഷ്ട നാമമായിട്ടുള്ള അസ്സമീഉ എന്ന പദമാണ്. അള്ളാഹുവിന്റെ ഈ മനോഹരമായ നാമത്തിന്റെ അതിന്റെ അർത്ഥവുമായി ബന്ധപ്പെടുത്തി പറയുന്നത് രഹസ്യവും പരസ്യമായതും ചെറുതും വലുതുമായ എല്ലാ ശബ്ദങ്ങളും പൂർണ്ണമായി അറിയുന്നവനാണ്. അതിൽ ഭൂത വർത്തമാന ഭാവി വ്യത്യാസങ്ങളില്ലാത്ത സകല കാര്യങ്ങളും അറിയുന്നു. പുറമേക്ക് കാണുന്നത് മാത്രമല്ല,
മനുഷ്യന്റെ ഉദ്ദേശങ്ങളും രഹസ്യങ്ങളും വ്യക്തമായി അറിയുന്നു. ഭാഷയുടെ വൈവിധ്യമോ ശബ്ദങ്ങളുടെ ബാഹുല്യമോ അവനെ ആശയക്കുഴപ്പത്തിലോ മനസ്സിലാകായ്മയിലോ അകപ്പെടുത്തുന്നില്ല. ഇതാണ് അതിന്റെ ഒരു നിർവചനമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിൽ സെമിയ, സീന്, മീമ് ഇങ്ങനെയുള്ള രൂപത്തിൽ അസമിയ എന്ന പദത്തിന്റെ വിവിധ രൂപത്തിൽ വിവിധ ഫോമിൽ 185 തവണ ഈ വാക്ക് വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുണ്ട്. സെമിയ എന്ന പദ രൂപത്തിൽ തന്നെ 78 പ്രാവശ്യം വന്നിട്ടുണ്ട്. അസ്മ എന്നത് 13 പ്രാവശ്യം, യസ്സമഉ 1 പ്രാവശ്യം, അസ്തമ എന്നത് 16 പ്രാവശ്യം, സമ്മാഊൻ എന്നത് 4 പ്രാവശ്യം, സം എന്നത് 22 പ്രാവശ്യം. നാമരൂപത്തിലും ഈ വാക്ക് വന്നിട്ടുണ്ട്. സെമിയ 47 പ്രാവശ്യം, മുസ്മ, അതുപോലെ മുസ്തമിയ, ഇങ്ങനെയുള്ള വിവിധ രൂപങ്ങളിൽ ആകെ 185 തവണ വിശുദ്ധ ഖുർആനിൽ വിവിധ ഫോമിൽ ഈ നാമം ആവർത്തിക്കുന്നുണ്ട്. നമ്മുടെ ഉസ്താദ് എടുത്ത പോലെ ഇത് ഫഈൽ വസ്നിൽ വരുന്നതാണ്. സെമിയ എന്ന ഈ വാക്ക്, അതായത് അത് അള്ളാഹുവിന്റെ ഒരു ശാശ്വത ഭാവമാണ്. ഫഈൽ വസിൽ വരുന്നത് ശാശ്വത ഭാവമായിട്ടാണ് അന്ന് നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത്, മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ അള്ളാഹുവിന്റെ ഒരു ശാശ്വത ഭാവമായിട്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു സവിശേഷ ഗുണമായിട്ടാണ് ഈ വാക്കിലൂടെ അള്ളാഹുവിനെ നാം മനസ്സിലാക്കുന്നത്. അള്ളാഹുവിന്റെ മനോഹരമായ നാമങ്ങളിൽപ്പെട്ട ഇത് അള്ളാഹു എല്ലാ സമയത്തും എല്ലാ ശബ്ദങ്ങളും കേൾക്കുന്നു. രഹസ്യമായതും അതിന്റെ മർമ്മരങ്ങൾ പോലും അത് എത്രത്തോളം അവനിൽ നിന്ന് ഒന്നും മറഞ്ഞിരിക്കുന്നില്ല. അതുപോലെ ദാസന്മാരുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നു. അതിന്റെ ഉത്തരം അതിനനുസരിച്ച് അവൻ ഉദ്ദേശിക്കുന്നതനുസരിച്ച് നൽകുന്നു. ഒരു അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, ഇതിന്റെ എല്ലാ വിശദീകരണങ്ങളും ഉപയോഗിച്ചിട്ടുള്ള ഒരു ഉപമ, അതായത് പലവിധ ഗൂഗിളിൽ തന്നെ പലവിധ കാര്യങ്ങളിലൂടെ ഞാൻ എന്റേതായിട്ടുള്ള ഒരു കാര്യത്തിലൂടെ സെർച്ച് ചെയ്തപ്പോൾ എല്ലാത്തിലും എനിക്ക് വായിക്കാൻ പറ്റിയ ഒരു ഉപമ, ഇരുട്ടുള്ള കാർമേഘങ്ങളിൽ ഇരുട്ടുള്ള ഒരു രാവിൽ നിശ്ചലമായ ഒരു കറുത്ത പാറയിലൂടെ സഞ്ചരിക്കുന്ന കറുത്ത ഉറുമ്പിന്റെ കാൽപെരുമാറ്റം പോലും അവൻ കേൾക്കുന്നു. ഈ വാക്ക് അല്ലെങ്കിൽ ഇത്തരം ഒരു സെന്റൻസ് പല രൂപത്തിലും ഭാവത്തിലും പലവിധ വിശദീകരണങ്ങളിലും കാണാൻ പറ്റിയിട്ടുണ്ട്. ഈ വാക്ക് സെമീഉൻ അലീം, സെമീഉൻ ബസീർ എന്ന രൂപത്തിലാണ് സെമീ എന്നതിന്റെ കൂടെ വന്നിട്ടുള്ളത്. ഈ രണ്ട് സെമീഉൻ അലീം എന്നതും സെമീഉൻ ബസീർ എന്നതും വരുന്നിടത്തൊക്കെ അള്ളാഹു അതിന്റെ തൊട്ടു മുൻപേ അള്ളാഹുവിൻ്റെതായിട്ടുള്ള ഒരു പ്രസ്താവന വിവിധ ആയത്തുകളിലൂടെ കടന്നു പോയപ്പോൾ എനിക്ക് മനസ്സിലായത് അള്ളാഹുവിൻ്റെതായിട്ടുള്ള ഒരു പ്രസ്താവന പറയുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അവർ പിടിച്ചിട്ടുള്ള ബലിഷ്ഠമായിട്ടുള്ള ഒരു കരം എന്നത് അത് അറ്റുപോവാത്ത രൂപത്തിലുള്ളതാണ്. എന്നിട്ട് പറയണം അള്ളാഹു സമീഉൻ അലീം. അതുപോലെ തന്നെ അതേ സൂറത്തിൽ തന്നെ അള്ളാഹു 189 ആയത്തിൽ തന്നെ പറയുന്നുണ്ട്, ഫമൻ ബദ്ദലഹു ബഅദമാ സമിഉ ഫഇന്നമാ ഇസ്മുഹു അലല്ലദീന യുബദ്ദിലൂനഹു ഇന്നല്ലാഹ സമീഉൻ അലീം. ഇനി വല്ലവരും ഒസത്ത് കേട്ടിട്ട് പിന്നീട് അതിനെ മാറ്റിമറിച്ചവരിൽ മാത്രമാകുന്നു അതിന്റെ കുറ്റം. ഇങ്ങനെ ഒരു പ്രസ്താവനയ്ക്ക് ശേഷം പറയുകയാണ് അള്ളാഹു ഇന്നല്ലാഹ സമീഉൻ അലീം. അതല്ലെങ്കിൽ വിവിധ വ്യത്യസ്തമായ ആയത്തുകൾ ഇന്നല്ലാഹ സമീഉൻ ബസീർ. അള്ളാഹുവിൻ്റെതായിട്ടുള്ള ഒരു പ്രസ്താവനയ്ക്ക് ശേഷം അള്ളാഹുവിന്റെ ഈ കഴിവിനെ ഒന്നുകൂടെ ഉറപ്പിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഇബ്നു കസീറിന്റെയും അതുപോലെ വിവിധ വ്യാഖ്യാതാക്കളുടെയൊക്കെ ഇതില് പറയുന്ന ഒരു കാര്യം, തന്റെ അടിമകളായ സത്യവിശ്വാസികളുടെയും അവിശ്വാസികളുടെയും സത്യം പറയുന്നവരുടെയും കളവ് പറയുന്നവരുടെയും ഒക്കെ അള്ളാഹു അറിയുന്നു. അതിലൂടെ ഈ ദുനിയാവിലും, അതായത് ഭൗതികമായിട്ടുള്ള ഈ ദുനിയാവിലും ആഖിറത്തിലും ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള പ്രതിഫലം നൽകുകയും ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ്
ഇത്രയുമാണ് എൻ്റെ ചെറിയ പഠനത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കൂടുതൽ മനസ്സിലാക്കുവാനും കൂടുതൽ പഠിക്കുവാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിന അദാബന്നാർ. ആമീൻ. ഒരു കാര്യം കൂടി സൂചിപ്പിക്കുക, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു പഠനം അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഈ സെമി എന്ന രീതിയിലുള്ള പഠനത്തിൽ എനിക്ക് തന്നെ ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യം, അള്ളാഹുവിലേക്ക് നാം അറിയാതെ, അതായത് നമ്മുടെ എല്ലാ ചലനങ്ങളും അള്ളാഹു അറിയുന്നു എന്ന സാധാരണ ലെവലിൽ നിന്നും ഒന്നുകൂടി ഉയർന്നുകൊണ്ട് അള്ളാഹു നമ്മോട് അടുക്കുന്നു അല്ലെങ്കിൽ നമ്മൾ അള്ളാഹുവിലേക്ക് എത്തുന്നു എന്ന രീതിയിലേക്കുള്ള ഒരു തലത്തിലേക്ക് നമ്മെ എത്തിക്കാൻ ഈ ഒരു പഠനവേദി ഉപകരിച്ചിട്ടുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാക്കല്ലാഹു മുസ്ലിന സാഹിബ. ഇനി അടുത്തത് അബ്ദുറഹ്മാൻ സാഹിബ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് അൽ ഹാദി എന്ന അള്ളാഹുവിൻ്റെ മഹത്തായ നാമത്തെക്കുറിച്ചാണ്. ഞാൻ ക്രോഡീകരിച്ച് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. അള്ളാഹുവിൻ്റെ തിരുനാമങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അൽ ഹാദി എന്ന നാമം. ഹദ എന്ന ഭൂതക്രിയയിൽ നിന്നും അതിൻ്റെ മൂലരൂപമായ ഹിദായത്ത് അഥവാ മാർഗദർശനം എന്ന നാമത്തിൽ നിന്നുമാണ് ഹാദി എന്ന കർത്തൃനാമം രൂപപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഷാർത്ഥം നേർവഴി കാണിച്ചു കൊടുക്കുന്നവൻ, അതിലേക്ക് നയിക്കുന്നവൻ, വഴികാട്ടി, സൃഷ്ടികൾക്ക് ലക്ഷ്യസ്ഥാനത്തെത്താൻ ആവശ്യമായ ശരിയായ വഴിയും അറിവും നൽകി അവരെ കൃപയോടെ നന്മയിലേക്ക് നയിക്കുന്നതിനാണ് ഭാഷാപരമായി ഹാദി എന്ന് പറയുന്നത്. ഹുദ, ഹിദായ, മഹദി, ഇഹ്ദിന മുതലായവ ഇതിൻ്റെ പല രൂപങ്ങളിൽ പെട്ടതാണ്. ഹാദിയും അതിൻ്റെ പല രൂപത്തിലും ഉള്ള വാക്കുകളും വിശുദ്ധ ഖുർആനിൽ വിവിധ സ്ഥലങ്ങളിലായി പരാമർശിച്ചിട്ടുണ്ടെങ്കിലും അൽ ഹാദി അഥവാ ഹാദി എന്ന രൂപത്തിൽ 2 തവണയാണ് ഖുർആനിൽ വന്നിട്ടുള്ളത്. ഒന്ന് സൂറത്ത് ഹജ്ജിൽ 54-ാമത്തെ വചനം, 2 സൂറത്ത് ഫുർഖാൻ 31-ാമത്തെ വചനം. സൂറത്ത് ഹജ്ജിൽ 54-ാമത്തെ വചനത്തിന്റെ അവസാനം വഇന്നല്ലാഹ ലഹാദില്ലദീന ആമനൂ ഇലാ സിറാത്തും മുസ്തഖീം. നിശ്ചയമായും അള്ളാഹു വിശ്വസിച്ചുള്ളവരെ നേരായ പാതയിൽ നയിക്കുന്നവനാകുന്നു. സൂറത്ത് ഫുർഖാനിൽ 31-ാമത്തെ വചനത്തിൽ വകഫാ ബിറബ്ബിക ഹാദിയം വനസീറ. മാർഗദർശകനും സഹായകനായും നിന്റെ രക്ഷിതാവ് തന്നെ മതി. അള്ളാഹുവിനെ അൽഹാദി എന്ന് വിളിക്കുമ്പോൾ പ്രധാനമായും 4 തരം വഴികാട്ടലുകളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന് ഹിദായത്തുൽ ആമ്മ, സാർവത്രികമായ വഴികാട്ടൽ. 2 ഹിദായത്തുൽ ഇർഷാദ്, ബുദ്ധിയും തന്നതും അതുപോലെ തന്നെ പ്രവാചകന്മാരെ അയച്ചതും. 3-ാമത്തത് ഹിദായത്ത് തൗഫീഖ്, സന്മാർഗത്തിലാക്കൽ. 4-ാമത്തത് ഹിദായത്തുൽ ആഖിറ, പരലോകത്തെ വഴികാട്ടൽ. ഇനി ഓരോന്നായിട്ട് നമുക്ക് വിശദീകരിക്കാം. ഹിദായത്തുൽ ആമ്മ എന്ന് പറഞ്ഞാൽ അള്ളാഹു തആല സൃഷ്ടിച്ചിട്ടുള്ള എല്ലാ ജീവികൾക്കും അവയുടെ ജീവിതത്തിനാവശ്യമായ സഹജാവബോധം സൃഷ്ടിക്കുമ്പോൾ അതിനെ പകർന്നു തരുന്നു. ഈ വഴികാട്ടലിനെയാണ് ഹിദായത്തുൽ ആമ്മ, അതായത് പ്രകൃതിപരമായി അള്ളാഹു സൃഷ്ടികളിൽ നിക്ഷേപിച്ചിട്ടുള്ള ഹിദായത്ത്. ഉദാഹരണത്തിന് ജനിച്ചു വീഴുന്ന കുഞ്ഞിന് പാൽ കുടിക്കാൻ തോന്നിക്കുന്നത്, പക്ഷികൾ ഉപജീവനത്തിനുള്ള വഴി കണ്ടെത്തുന്നത്, തേനീച്ച തേൻ ശേഖരിക്കുന്ന മാർഗങ്ങൾ, ഇവയെല്ലാം നേരത്തെ തന്നെ പരിശീലനം നേടിയിട്ടല്ല ചെയ്യുന്നത്. ജീവികളെ സൃഷ്ടിക്കുമ്പോൾ തന്നെ അള്ളാഹു നൽകിയതാണ്. 2-ാമത്തെ ഹിദായത്ത് ബുദ്ധിയും വിവേകവും അള്ളാഹു നൽകി.
മനുഷ്യർക്ക് നേർമാർഗം അറിയിച്ചു തരാൻ അവരുടെ ഇടയിൽ നിന്ന് തന്നെ വേദഗ്രന്ഥങ്ങളുമായി പ്രവാചകന്മാരെ എല്ലാ സമൂഹങ്ങളിലേക്കും അയച്ചു. ബുദ്ധി ഉപയോഗിച്ച് മനുഷ്യൻ മാർഗങ്ങൾ തിരഞ്ഞെടുക്കുന്നു. ഈ സൗകര്യങ്ങൾ അള്ളാഹു ഒരുക്കി തന്നതാണ്. ഹിദായത്തുൽ ഇർഷാദ, ഇതിൽ നിന്നും ചിലർ നേർമാർഗം സ്വീകരിക്കുന്നു, ചിലർ ദുർമാർഗം സ്വീകരിക്കുന്നു. മൂന്നാമത്തെ ഹിദായത്തുൽ തൗഫീഖ്, സത്യം സ്വീകരിക്കാൻ വിശ്വാസികളുടെ ഹൃദയങ്ങളെ തുറന്നു കൊടുക്കുന്നതും അതിൽ ഉറപ്പിച്ചു നിർത്തുന്നതും അള്ളാഹുവാണ്. ഒരാൾ വിശ്വാസിയായി ജീവിച്ചു കൊണ്ടിരിക്കെ അവിശ്വാസി ആയി മാറുന്നതും തിരിച്ചും സംഭവിക്കുന്നതും ചുറ്റുപാടിൽ നമ്മുടെ എല്ലാം അനുഭവത്തിൽ ഉണ്ടല്ലോ. ആ ഹിദായത്തിനാണ് ഹിദായത്തു തൗഫീഖ് എന്ന് പറയുന്നത്. നേർമാർഗം അറിയാം, പക്ഷേ ചില കാര്യങ്ങളാൽ അല്ലെങ്കിൽ തടസ്സങ്ങളാൽ മനുഷ്യനെ ചിലപ്പോഴെല്ലാം നേരായ പാതയിൽ നിന്നും തെറ്റിക്കുന്നു. അതിനാലാണ് 17 തവണ മിനിമം നിർബന്ധമായും ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് നിസ്കാരത്തിൽ ദുആ ചെയ്യാൻ നമ്മളോട് അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളത്. മരണം വരെ ഹിദായത്തിലാക്കാൻ ശ്രമങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. അപ്പോൾ അള്ളാഹുവിന്റെ തൗഫീഖും ഉണ്ടാവും. ഹിദായത്തുൽ ആഖിറ, വിചാരണ നാളിൽ വിശ്വാസികളെ സ്വർഗത്തിലേക്ക് വഴി നടത്തുന്നത്. നമ്മൾ സത്യസന്ധമായി നേർവഴി തേടിയാൽ നമ്മെ അള്ളാഹു ഒരിക്കലും കൈവിടില്ലെന്നും നമ്മെ നിരന്തരം സന്മാർഗത്തിൽ കാത്തു സൂക്ഷിക്കുന്നത് അള്ളാഹു ആണെന്നും ഈ നാമത്തിലൂടെ നമ്മൾ തിരിച്ചറിയുന്നു. ഇതുപോലെ അള്ളാഹു നമ്മൾ നേർവഴിക്കത്തിലാകണമെങ്കിൽ പോലും അത് നിലനിർത്തണമെങ്കിൽ അള്ളാഹുവിന്റെ തൗഫീക്ക് വേണം. അപ്പോൾ നമ്മൾ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം, തൗഫീക്കിനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. അതുകൊണ്ട് എല്ലാവർക്കും തൗഫീക്ക് നൽകി അള്ളാഹു ഹിദായത്ത് നൽകട്ടെ. ആമീൻ. ഇത് ഇത്ര അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാക്കല്ലാഹു അബ്ദുറഹ്മാൻ സാഹിബ്. ഇനി അടുത്തത് ഉമ്മർ സാഹിബാണ്. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. ഞാൻ അൽ മലിക് എന്ന അസ്മാഉൽ ഹുസ്നയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാമത്തെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് സംസാരിക്കേണ്ടത്. വിശുദ്ധ ഖുർആനിലെ മലിക്, മാലിക് എന്ന രീതിയിൽ അള്ളാഹുവാണ് യഥാർത്ഥ പരമാധികാരി, രാജാവ്, ഉടമസ്ഥൻ തുടങ്ങിയ സവിശേഷമായ അള്ളാഹുവിന്റെ അധികാരവും ആധിപത്യവും വിളംബരം ചെയ്യുന്ന ഒരു പ്രയോഗമായിട്ടാണ് മലിക് അഥവാ മാലിക് തുടങ്ങിയ പ്രയോഗങ്ങൾ വിശുദ്ധ ഖുർആനിൽ കാണുന്നത്. നമുക്കറിയാം, ലോക സംഭവ ചരിത്രങ്ങളിൽ എല്ലാ കാലഘട്ടങ്ങളിലും മനുഷ്യർക്കിടയിൽ തന്നെ രാജാവ് അഥവാ അധീശത്വ ശക്തികളായ മനുഷ്യരുടെ മേൽ നിയമങ്ങൾ നിർമ്മിക്കുകയും മനുഷ്യരെ ഭരിക്കുകയും അവരെ ചിലപ്പോഴൊക്കെ അടിമകളാക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് മനുഷ്യർക്ക് മേൽ ആധിപത്യം ചമഞ്ഞിരുന്ന ഒരുപാട് രാജാക്കന്മാരും അതുപോലുള്ള അധികാര കേന്ദ്രങ്ങളൊക്കെ ലോക ചരിത്രത്തിൽ എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളതാണ്. ഈ ഒരു അവസ്ഥയിലാണ് അള്ളാഹുവാണ് മലിക്ക്, അള്ളാഹുവിനാണ് ആധിപത്യം എന്നുള്ള അള്ളാഹുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷമായ ഒരു ഗുണവിശേഷം നമ്മൾ വിശുദ്ധ ഖുർആനിലൂടെ പഠിക്കാൻ ശ്രമിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ ഈ പ്രയോഗം 5 സ്ഥലങ്ങളിൽ അൽ മലിക് എന്ന രീതിയിൽ വിശുദ്ധ ഖുർആനിൽ വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് സൂറത്ത് താഹയിലെ ഫതആലല്ലാഹുൽ മലിക്കുൽ ഹഖ് വലാ തജ്അൽ ബിൽ ഖുർആനി മിൻ ഖബൽ അൻ യുഖ്ല ഇലൈക വഹ്യുഹു വഖുർ റബ്ബി സിദ്നി ഇൽമ. അവിടെ ഫതആലല്ലാഹുൽ മലിക്കുൽ ഹഖ്, അള്ളാഹുവാണ് അത്യുന്നതനാകുന്നു, സാക്ഷാൽ ആധിപത്യമുള്ളവനും അവനാകുന്നു. അള്ളാഹുവാണ് മലിക്ക് എന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പലയിടങ്ങളിൽ പല രീതിയിൽ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ വിശദീകരിക്കുന്നില്ല, സമയമില്ല. സൂറത്തുൽ മുഅ്മിനൂനിൽ ഫതആലല്ലാഹുൽ മലിക്കുൽ ഹഖ്, ഇതേപോലെ തന്നെ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുഅ്മിനൂൻ 116 സൂക്തത്തിലും ഇതുപോലുള്ള ഒരു പ്രയോഗം നമുക്ക് കാണാൻ പറ്റും. അവിടെ
സത്യവാനായ അള്ളാഹു, രാജാതിരാജനായ അള്ളാഹു, അവൻ ഉന്നതനായിരിക്കുന്നു, അവനല്ലാതെ യാതൊരു ഇലാഹുമില്ല, പരമോന്നത സിംഹാസനത്തിന്റെ ഉടമസ്ഥൻ അവനത്രേ എന്നുള്ളതാണ് ആ വിശുദ്ധ ഖുർആന്റെ ആയത്തിൽ അവിടെ പറയുന്നത്. അതുപോലെ തന്നെ സൂറത്ത് ഹശ്റിലും ഇതുപോലെ സൂറത്ത് ഹശ്റില്, അതുപോലെ സൂറത്ത് ജുമുഅ നമ്മൾ സാധാരണ ഓതി വരുന്ന യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദിൽ മലിക്കിൽ ഖുദ്ദൂസിൽ അസീസിൽ ഹക്കീം. അപ്പൊ അള്ളാഹു രാജാവാണ്, അവനാണ് അധികാരം, അവനാണ് സൃഷ്ടികളുടെ മേൽ ആധിപത്യമുള്ളത് എന്ന് അള്ളാഹുവിന്റെ സവിശേഷമായ ഒരു ഗുണമായിട്ട് ശുദ്ധ ഖുർആൻ നിരന്തരം പറയുകയാണ്. നമ്മൾ നിരന്തരം ഓതിക്കൊണ്ടിരിക്കുന്ന സൂറത്തുൽ ഫാത്തിഹയിലെ നമുക്കറിയാവുന്നത് പോലെ അല്ല അതിലല്ല, സൂറത്തുൽ നാസില് മലിക്കിൻ നാസ്, പിന്നെ ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് എന്ന് പറഞ്ഞുകൊണ്ട് മലിക്കിന്നാസ്, ജനങ്ങളുടെ രാജാവ് എന്നാണ് അവിടെ അള്ളാഹു അവിടെ പ്രയോഗിക്കുന്നത്. ഇങ്ങനെ വിശുദ്ധ ഖുർആനിൽ ഈ ഒരു എന്തിനാണ് ഇങ്ങനെ ഒരു അള്ളാഹുവിന്റെ ആധിപത്യവും അള്ളാഹുവിന്റെ ഉടമസ്ഥാവകാശവും പ്രത്യേകമായി നിരന്തരം പറയാനുണ്ടാകുന്ന ഒരു സാഹചര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, മനുഷ്യന് ഒരിക്കലും അള്ളാഹുവിന്റെ പോലെ സ്വതന്ത്രമായ അധികാരാവകാശങ്ങളോ മറ്റ് മനുഷ്യരുടെ മേൽ ആധിപത്യം ചമയുവാനോ ഉള്ള അവകാശം അള്ളാഹു യഥാർത്ഥത്തിൽ നൽകുന്നില്ല. അള്ളാഹുവിനാണ് സൃഷ്ടികളുടെ മേൽ എല്ലാ ആധിപത്യവും സൃഷ്ടികളുടെ മേൽ അവകാശവും ഉള്ളത്. മനുഷ്യൻ എങ്ങനെ ജീവിക്കണം, അവൻ എന്ത് നിയമമായിരിക്കണം പാലിക്കേണ്ടത് തുടങ്ങി മനുഷ്യന്റെ ജീവിതത്തിന്റെ എല്ലാ അവകാശങ്ങളും യഥാർത്ഥത്തിൽ സൃഷ്ടികൾ അള്ളാഹുവിനാണ് വകവെച്ച് കൊടുക്കേണ്ടത്. മറ്റ് അധികാരം വാഴുന്നവർക്ക് നിയന്ത്രിതമായ അധികാരങ്ങളും അതുപോലെ തന്നെ ഉപാധിയോടുകൂടിയുള്ള ഒരു അനുസരണവും അതിനപ്പുറമുള്ള ഒരു സൃഷ്ടിയിൽ നിന്ന് ഒരിക്കലും സൃഷ്ടികളായ മനുഷ്യരായ മറ്റ് രാജാക്കന്മാരോ ഭരണാധികാരികൾക്കോ ഒരിക്കലും ഒരു വിശ്വാസി എന്ന നിലക്ക് അനുവദിച്ചു കൊടുക്കാൻ ഒരു വിശ്വാസിക്ക് സാധ്യമല്ല എന്നുള്ളതാണ് ഈ പ്രയോഗങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഭാഗമാണ് ഹുക്കുമ്. ഒരു ഭരണാധികാരം എന്ന് പറയുമ്പോൾ ഹുക്കുമാണ് ഒരു ഭരണാധികാരി അള്ളാഹു സൃഷ്ടികളിൽ നിന്ന് ആർക്കാണ് ഹുക്കുമ് എന്നുള്ള ഒരു ചോദ്യം ഉയർന്നു വരും. ഇനിൽ ഹുക്കുമു ഇല്ലാതില്ല. വിശുദ്ധ ഖുർആൻ സൂറത്ത് യൂസുഫ് 40-ാമത്തെ സൂക്തത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഇനിൽ ഹുക്കുമു ഇല്ലാലില്ല അമറ അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു. ഹുക്കുമ് ശാസനാധികാരം അള്ളാഹുവിന് മാത്രമുള്ളതാണ്. അപ്പൊ ഹലാൽ ഏത് ഹറാം ഏത് എന്ന് നിശ്ചയിക്കാനുള്ള അധികാരം മനുഷ്യന് സ്വതന്ത്രമായി സ്വന്തം ഇപ്പൊ നമ്മുടെയൊക്കെ സംവിധാനങ്ങളൊക്കെ അനുസരിച്ച് ജനാധിപത്യപരമായിട്ടോ കൂടുതൽ ആളുകൾ ഒരു കാര്യം തീരുമാനിക്കുമ്പോൾ അതിനനുസരിച്ചോ അല്ലെങ്കിൽ ഏകാധിപതികളായ ഭരണാധികാരികൾക്ക് അവർക്ക് ഇഷ്ടമുള്ളതുപോലെയോ ഒന്നും ഒരു കാര്യം ശരിയും തെറ്റും നിർണയിക്കാനുള്ള അവകാശമില്ല. എല്ലാം അള്ളാഹുവിന് വകവെച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസി എന്ന നിലക്ക് നമുക്ക് ചെയ്യേണ്ടി വരുന്നത്. നിങ്ങൾ അള്ളാഹുവിൻ്റെതല്ലാത്ത മറ്റ് ജാഹിലിയ വിധികളാണോ തേടുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ട്. അഫ ഹുക്കുമുൽ ജാഹിലിയത്തി യബ്ഗൂൻ വമൻ അഹ്സനു മിനല്ലാഹി ഹുക്മൻ ലിഖൗമിൻ യുഖിനൂൻ. അപ്പൊ വിധി അള്ളാഹുവിൽ നിന്നാണ് നാം വിധി തേടേണ്ടത്. അള്ളാഹുവാണ് നമ്മുടെ മേലെ നമ്മുടെ അധികാരം അള്ളാഹുവിനാണ് ഉള്ളത്. എല്ലാവരും അടിമകളാണ്. അള്ളാഹു നൽകിയ ചെറിയ അധികാരങ്ങൾ മനുഷ്യർക്കുള്ളത് തന്നെ ഒരു അമാനത്തായിട്ടും അള്ളാഹു ഇഷ്ടപ്പെടുന്ന രീതിയിലും അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക് വിധേയമായിട്ടും മാത്രം വിനിയോഗിക്കപ്പെടുന്ന ഒന്നാണ് മനുഷ്യർക്ക് ലഭിക്കുന്ന അധികാരങ്ങളും അതുപോലുള്ള സ്ഥാനങ്ങളും എന്നാണ് ഇസ്ലാമികമായ കാഴ്ചപ്പാട്. നമുക്കറിയാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഭരണാധികാരിയായിട്ട് മദീനയിൽ അവതരിപ്പിക്കപ്പെടുമ്പോഴും അദ്ദേഹം ഒരു രാജാവ് എന്ന നിലക്കല്ല അദ്ദേഹം അവിടെ ഉള്ളത്.
അതുപോലെ തന്നെ അതിനുശേഷം വരുന്ന ഖലീഫമാരൊക്കെയും ഒരിക്കലും ഒരു രാജാവ്, അതുകൊണ്ട് രാജഭരണം തുടങ്ങിയ സംവിധാനങ്ങളൊന്നും, അത്ര ചിന്തകളൊന്നും ഇസ്ലാമികം തന്നെയുമല്ല. അപ്പോ ജനപ്രതിനിധിയായിട്ട് അള്ളാഹുവിന്റെ അല്ലെ ഖലീഫ എന്ന നിലക്കുള്ള ഒരു സ്ഥാനം മാത്രമാണ് ഒരു ഭരണാധികാരിക്കും ഇസ്ലാം അനുവദിച്ചു നൽകുന്നത്. ഇത്തരം വിശദമായ പഠനം സാധിച്ചിട്ടില്ല. എന്നിരുന്നാലും ചില വശങ്ങൾ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. അള്ളാഹു അർത്ഥത്തിൽ അള്ളാഹുവിന്റെ മലിക്ക് എന്ന പ്രത്യേകമായ ആ അവസ്ഥ, യഥാർത്ഥ അതിന്റെ ചൈതന്യം മനസ്സിലാക്കി നമ്മുടെ ജീവിതം സാക്ഷാത്കരിക്കാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും. ജസാക്കല്ലാഹു ഉമർ സാഹിബ്. അടുത്തത് ഡോക്ടർ അബ്ദുറഹ്മാൻ സാഹിബാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ സഹോദരങ്ങളെ, ഈ മൻഹജ് ഖുർആൻ സ്റ്റഡിയിലെ ഒരു അംഗമാവാൻ പഠിച്ചവൻ എനിക്ക് വലിയൊരു തൗഫീക്ക് നൽകിയെന്ന് തന്നെയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ അസ്മാഉൽ ഹുസ്ന എന്ന പഠനത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടിയ അസൈൻമെന്റിൽ അൽ ഗഫാർ എന്ന അള്ളാഹുവിന്റെ നാമത്തെയാണ് ഇവിടെ ഒന്ന് ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതില് അൽ ഗഫാർ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം അള്ളാഹു നിരന്തരം പുറത്തു കൊടുക്കുന്നവൻ എന്നാണ്. നമ്മൾ എത്ര തെറ്റുകൾ ചെയ്യാലും, എത്ര തവണ തെറ്റുകൾ ചെയ്യാലും അള്ളാഹു അത് പുറത്തു കൊടുക്കാൻ തയ്യാറായിട്ടുള്ള ഒരു ശക്തിയായിട്ടാണ് ഈ പദം നമ്മളെ അള്ളാഹുവിനെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് ഖുറാനിലെ 5 സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട്. ആ 5 ആയത്തുകൾ പെട്ടെന്ന് ഓട്ടിച്ച് നോക്കി അതിലൂടെ നമുക്ക് കിട്ടാവുന്ന പിന്നെ ഇൻഫ്ലുവൻസസ് മാത്രമേ ഞാനിവിടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ ആദ്യം സൂറ ത്വാഹ 20-ാമത്തെ സൂറയിലെ 8-ാമത്തെ ആയത്തിലാണ് വന്നിരിക്കുന്നത്. ഇന്നി ലഗഫാറുൻ ലിമൻ താബ വ ആമന വഅമില സ്വാലിഹൻ സുമ്മ ഇഹ്തദ എന്ന് പറഞ്ഞാൽ അള്ളാഹു തീർച്ചയായും ഇന്നി ലഗഫാറുൻ, തീർച്ചയായും ഗഫാറാണ്. ആരോടാണ്? ലിമൻ താബ, തൗബ സ്വീകരിച്ചവനും, അല്ല തൗബ ചെയ്തവനും, ഈമാൻ കൈവരിച്ചവനും, വ അമില സാലിഹൻ സൽക്കർമ്മം ചെയ്തവനും, സുമ്മ ഇഹ്തദ ഇത് 3 ചെയ്തിട്ട് ശരിയായ മാർഗം സ്വീകരിച്ചവനോട് അള്ളാഹു അതിൽ ഗഫാറായിരിക്കുമെന്ന് അള്ളാഹു നമുക്കൊരു പിന്നെ ഒരു ഉറപ്പ് നൽകുകയാണ്. ഈ ആയത്ത് യഥാർത്ഥത്തിൽ വരുന്ന ആ ഒരു പശ്ചാത്തലം എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇത് അഡ്രസ് ചെയ്യുന്ന കൗം ആരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒന്നും കൂടെ അള്ളാഹുവിന്റെ ആ അൽ ഗഫാർ എന്ന് പറഞ്ഞ ആ ഒരു സിഫത്തിനെ ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതാരെ ആണ് അഭിസംബോധന ചെയ്യാൻ ചോദിച്ചാൽ ബനി ഇസ്രായേൽക്കാരാണ്. ബനി ഇസ്രായേൽക്കാര് പിന്നെ എന്ന് മാത്രം പറഞ്ഞ പോരാ, ഇത് സൂറത്ത് താഹയുടെ ഈ പിന്നെ ഭാഗം സെറ്റിംഗ് ചെയ്യുന്നത് എപ്പോഴാന്ന് വെച്ചാല് ഫിറൗനിന്റെ അടിമത്തത്തിൽ നിന്ന് വളരെ അത്ഭുതകരമായ രീതിയിൽ അവരെ രക്ഷിച്ചതിന് ശേഷം, പിന്നെ അവര് സുരക്ഷിതമായ ഒരു സ്ഥലത്തെത്തിയതിനു ശേഷം അവരൊരു പശുക്കുട്ടിയെ പിന്നെ ആരാധിച്ചുകൊണ്ട് ഷിർക്ക് ചെയ്ത് അതിൽ നിന്ന് പടച്ചവൻ അവരെ ആ തെറ്റിന് പോലും അള്ളാഹു അവർക്ക് ഇസ്തിഗ്ഫാർ നൽകിയതിനു ശേഷം ആണ് ഈ ആയത്ത് വരുന്നത്. അള്ളാഹു ഈ അവസരത്തിൽ അവർക്ക് മന്നയും സൽവയും നൽകുന്നു. അവർ കംപ്ലൈന്റ് ചെയ്യാണ്, നമുക്ക് ഭക്ഷണം കിട്ടുന്നില്ല, നമുക്ക് വെള്ളം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ആ ഒരു പിന്നെ ഈ എല്ലാം പ്രതിസന്ധികൾ കഴിഞ്ഞതിന് ശേഷവും അവർ കംപ്ലൈന്റ് പറഞ്ഞിട്ടും അള്ളാഹു എന്താണ് മന്നയും സൽവയും നൽകി. പിന്നെ ഈ ആയത്ത് വീണ്ടും പറഞ്ഞുകൊണ്ട് അവരെ സമാധാനപ്പെടുത്തുകയാണ്. ഇന്നി ലഗഫാറുൻ ലിമൻ താബ, തൗബ ചെയ്തവനും ഈമാൻ കൈവരിച്ചവനും, അമില സാലിഹൻ സൽക്കർമ്മം ചെയ്തു, സുമ്മ ഇഹ്തദ ഇത് 3 ചെയ്താൽ പോരാ, നമ്മൾ ശരിയായ മാർഗം സ്വീകരിക്കും വേണം. ഇനി അടുത്ത ആയത്ത് സൂറ സാദ് 38-ാമത്തെ സൂറയാണ്, 66-ാമത്തെ ആയത്ത്. റബ്ബുസ് സമാവാതി വൽ അർദ് വമാ ബൈനഹുമൽ അസീസുൽ ഗഫാർ. അപ്പൊ ഇവിടെ അള്ളാഹു സ്വയം പരിചയപ്പെടുത്തുകയാണ്. എന്താണ്? ആകാശങ്ങളുടെയും ഭൂമിയുടെയും റബ്ബായ അള്ളാഹു, വമാ ബൈനഹുമ അതിന്റെ ഇടയിലുള്ളതിനും അതിന്റെയും റബ്ബായ അള്ളാഹു, അൽ അസീസ് അൽ ഗഫാർ. ഇപ്പൊ ഇവിടെ സെറ്റിംഗ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കയിലെ ഗോത്ര തലവന്മാർ അവര് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലത്തെ 2 പിന്നെ പേരുകൾ വിളിച്ചിരുന്നു. സാഹിർ, കെദ്ദാബ്. സാഹിർ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് മജിഷ്യൻ അല്ലെങ്കിൽ മാരണവിദ്യക്കാരൻ. രണ്ടാമത്തെ കെദ്ദാബ്, കള്ളം പറയുന്നവൻ. അമീൻ എന്നൊരു പേര് ഈ ദൗത്യം സ്വീകരിക്കുന്നതിന് മുമ്പ് നൽകിയ ആ മനുഷ്യനെയാണ് അവർ കെദ്ദാബ് എന്ന് പറയുന്നത്. അപ്പൊ എന്തിനായിരുന്നു ഈ സാഹിറും കെദ്ദാബ് എന്ന് പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ അവര് പിന്നെ അള്ളാഹുവിന്റെ ശിക്ഷ വരും എന്നുള്ള ഒരു വാർണിംഗ് അവർക്ക് കിട്ടിയത്, അത് ഈ മനുഷ്യനിൽ നിന്ന് കിട്ടിയത് അവർക്ക് തിരിപിടിച്ചില്ല.
അപ്പോ ആ ഒരു അർത്ഥത്തിലാണ് ഈ സൂറത്ത് തന്നെ തുടങ്ങുന്നത്. അപ്പോ ഈ 66-ാമത്തെ ആയത്ത് എന്ന് പറയുന്നത് ശരിക്കും സൂറയുടെ 2-ാമത്തെ ഭാഗം ആണ് അത്. എന്ന് പറഞ്ഞാൽ 65-ാമത്തെ ആയത്ത് മുതലാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന്റെ ഒരു പശ്ചാത്തലം പറയണമെങ്കിൽ സൂറ സാദിന്റെ ആദ്യത്തെ 4 ആയത്തുകൾ അള്ളാഹു അവിടെ സ്റ്റേറ്റ് ചെയ്യുന്നുണ്ട്. നിന്നെ നദീർ എന്ന് അവർ വിളിക്കുന്ന, അവര് പിന്നെ സംശയത്തോടെയാണ് അവര് ഇങ്ങനെ കാണുന്നതെന്ന് പറയുന്നു. എന്നിട്ട് പിന്നെ ഒരു നീണ്ടൊരു ഡിസ്കോഴ്സ് നടക്കുന്നുണ്ട്, അവരുടെ പല പല ആർഗ്യുമെന്റ്സിന് കൃത്യമായ മറുപടികൾ കൊടുത്തുകൊണ്ട്. 65-ാമത്തെ ആയത്തില് അള്ളാഹു പിന്നെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലത്തോട് ഒരു ഫൈനലായിട്ട് പറയാണ്, ധൈര്യമായിട്ട് നീ പറയാം, എന്താണ്, നീ നദീറാണെന്ന്. എന്നുവെച്ചാല് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലത്തെ നദീറായി കൊണ്ട് സ്വയം പ്രഖ്യാപിക്കാൻ അള്ളാഹു പറയാണ്. എന്നിട്ട് അടുത്ത ആയത്ത് വരുന്നതാണ് റബ്ബുസ് സമാവാതി വൽ അർദി വമാ ബൈനഹുമൽ അസീസുൽ ഗഫാർ. അപ്പൊ ഇവിടെ പിന്നെ ആകാശഭൂമികളുടെ റബ്ബാണെന്നും അത് കഴിഞ്ഞിട്ട് അസീസ് എന്ന് പറഞ്ഞാൽ അജയനാണ്, എല്ലാത്തിന്റെ മുകളിലുള്ള ഒരു പവറുള്ള, ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു മനുഷ്യൻ, ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ശക്തി എന്ന നിലയ്ക്ക് അള്ളാഹു സ്വയം പരിചയപ്പെടുത്തുകയാണ്. പക്ഷെ ഇവിടെ അൽ ഗഫാർ എന്നും കൂടെ ചേർക്കുമ്പോൾ മനസ്സിലാക്കേണ്ടതാണ്, ഈ ലോകത്ത് ഇന്ന് നിലവിലത്തെ പൊളിറ്റിക്സിൽ നമുക്കൊരു പക്ഷെ അസീസ് എന്ന നിലയ്ക്ക് നിൽക്കുന്ന 2 പ്രധാനപ്പെട്ട വ്യക്തികളിൽ നമുക്കറിയാം, ട്രംപ്, നെതന്യാഹു. ഇവരൊക്കെ എന്തുമാത്രം പിന്നെ പീഡനങ്ങളാണ് അയച്ചുവിടുന്നതെന്ന് നമുക്കറിയാം. പക്ഷെ അള്ളാഹു അൽ അസീസ് ആയിരിക്കവേ അതിനൊപ്പം അൽ ഗഫാർ എന്നും കൂടിയാണ്. എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്യുന്ന ഒരു പിന്നെ സൃഷ്ടിയെ ശരിക്കും ശിക്ഷിക്കാൻ കഴിയും, പലവട്ടം ശിക്ഷിക്കാൻ കഴിയും എന്ന് അറിഞ്ഞിട്ട് പോലും അള്ളാഹു ഗഫൂർ ആകുന്നു, അല്ലെങ്കിൽ അള്ളാഹു പുറത്തു കൊടുക്കുന്നവനാണ്. നിരവധി പ്രാവശ്യം ആ സൃഷ്ടിയെ പിന്നെ നേർവഴിയിലാവാൻ വേണ്ടിയിട്ട് സ്നേഹത്തിന്റെ ഭാഷയിൽ, വാത്സല്യത്തിന്റെ ഭാഷയിൽ അവരുടെ തെറ്റുകളൊക്കെ പുറത്തു കൊടുക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇനി അസുമർ 39-ാമത്തെ ആയത്ത് ഒരു സാന്ദർഭികമായി പറയട്ടെ. 38-ാമത്തെ സൂറ, 39-ാമത്തെ സൂറ, 40-ാമത്തെ സൂറ, ഈ 3 സൂറകളിൽ അടുപ്പിച്ചടുപ്പിച്ച് ഈ പേര് വരുന്നുണ്ട്. അത് സാന്ദർഭികമായി പറഞ്ഞതേ ഉള്ളൂ. എന്നാലും ഈ ആയത്ത് നമുക്ക് നോക്കാം. 39-ാമത്തെ സൂറ, ഖലഖസ് സമാവാതി വൽ അർദി ബിൽ ഹഖ് യുക്കവ്വിറുൽ ലൈല അലൻ നഹാർ വയുക്കവ്വിറുൻ നഹാറ അലൽ ലൈൽ വസഖറ അശ്-ശംസ വൽ ഖമറ കുല്ലൻ യജ്രി ലി അജ്ലിൻ മുസമ്മ ഇല്ല അലാ ഹുവൽ അസീസുൽ ഗഫാർ. ഇവിടെ നമുക്കൊരു പിന്നെ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യമാണ്, അൽ ഗഫാർ പറയുന്നിടത്ത് 2 തീംസ് നമുക്ക് കാണാൻ പറ്റും. ഒന്നുകിൽ ആ ഒരു ജനത, അത് ആ ആയത്ത് അഭിസംബോധന ചെയ്യുന്ന ജനത പിന്നെ ഷിർക്കിലാണ്, അല്ലെങ്കിൽ കിബർ കൊണ്ട്, അല്ലെങ്കിൽ അഹങ്കാരം കൊണ്ട്, അല്ലെങ്കിൽ പിന്നെ പ്രതാപം മിസ്യൂസ് ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരോട് പറയുന്നൊരു, അല്ലെങ്കിൽ ഷിർക്ക് ചെയ്ത ഒരു കൂട്ടം മനുഷ്യന്മാരോട് പറയുന്ന ഒരു സന്ദേശത്തിന്റെ അവസാനത്തിൽ അൽ ഗഫാർ എന്ന് കാണാം. പിന്നെ 2-ാമത്തെ ഒരു തീം കാണുന്ന പറഞ്ഞാൽ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലുള്ള ചില സവിശേഷതകൾ പറഞ്ഞിട്ട് അവിടെയും അൽ അസീസുൽ ഗഫാർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഇനത്തിൽ പെടുന്ന ഒരു ആയത്താണിത്. ഇവിടെ യുക്കവ്വിർ എന്നൊരു വാക്കാണ് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. യുക്കവ്വിറുൽ ലൈല അലൻ നഹാർ എന്ന് പറഞ്ഞാൽ നമ്മൾ പേപ്പർ കൊണ്ട് നമ്മളൊരു കാര്യത്തെ പൊതിയുന്ന പോലെയാണ് അൽ ലൈല അലൻ നഹാർ. എന്ന് വെച്ചാൽ പിന്നെ രാവും പകലും തമ്മിലുള്ള ഒരു ഇന്റർ കണക്ഷൻ ആണ് ഇവിടെ പറയുന്നത്. രാവ് പകല് പൊതിയുന്ന പോലെ തന്നെ പകല് രാവിനെ പൊതിയുന്നു, അല്ലെങ്കിൽ ഈ പൊതിയുന്ന ഒരു വാക്ക് യഥാർത്ഥത്തിൽ യുക്കവ്വിറുവിന് കൃത്യമായിട്ടുള്ളൊരു ട്രാൻസ്ലേഷൻ അല്ല. പക്ഷെ ഇതിൽ മനസ്സിലാക്കേണ്ടത് പറഞ്ഞാൽ ഇത് തമ്മിലുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ എന്തൊരു സ്മൂത്ത് ആയിട്ടാണ് നടക്കുന്നത്. യുക്കവ്വിറുൽ ലൈല അലൻ നഹാർ വയുക്കവ്വിറുൻ നഹാർ അലൽ ലൈൽ വസഖറ അശ്-ശംസ വൽ ഖമറ കുല്ലൻ യജ്രി ലി അജ്ലിൻ മുസമ്മ. ഇപ്പോൾ ചന്ദ്രന്റെയും പിന്നെ സൂര്യന്റെയും കാര്യങ്ങൾ അത് മനുഷ്യന് അധീനപ്പെടുത്തി കൊടുക്കുകയും അത് കൃത്യമായ പാതകൾ അത് പിന്തുടരുകയും ചെയ്യുന്നു എന്നുള്ള കാര്യം പറഞ്ഞിട്ട് അലാഹു അൽ അസീസുൽ ഗഫാർ എന്ന് പറയുന്നു. ഇപ്പോ അസുമർ എന്ന് പറയുന്ന സൂറത്ത്, അതുപോലെ തന്നെ അടുത്ത സൂറത്ത്, ഇത് ഒരു പ്രത്യേക കാലഘട്ടത്തിലാണ് വരുന്നത്. എന്ന് പറഞ്ഞാൽ മക്ക കാലഘട്ടത്തിൽ പിന്നെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലത്തിന്റെ പ്രബോധനം തുടങ്ങിയതിനു ശേഷം ഓരോ ആയത്തുകളെ, അല്ലെങ്കിൽ ആ സന്ദേശത്തിന്റെ വിവിധ കാര്യങ്ങളെ പിന്നെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അതിൻ്റെതിരെയുള്ള പിന്നെ ആർഗ്യുമെന്റ്സ് നൽകുന്ന ഒരു സമയത്താണ് ഈ 39-ാമത്തെ സൂറയും 40-ാമത്തെ സൂറ അൽ അഹ്കാഫ് 46-ാമത്തെ സൂറ വരെ 39 to 46 ഇത്തരം സൂറകളൊക്കെ വരുന്ന ആ ഒരു ടൈം പീരീഡിലാണ്. അപ്പോ ഈ സൂറകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും പടച്ചവൻ പിന്നെ ഈ മുശ്രിക്കുകൾ പറയുന്ന വ്യത്യസ്ത ആർഗ്യുമെന്റ്സിന് കൃത്യമായ മറുപടികൾ കൊടുക്കുന്നതിനൊപ്പം
അവര് ദിനേന കാണുന്ന ആയത്തുകൾ അവരുടെ കൺമുമ്പിൽ കൊണ്ടുവന്ന് അത് അള്ളാഹുവിനോടും അതുപോലെ പ്രവാചകത്വത്തോടും ഇങ്ങനെ കണക്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് കാണാൻ കഴിയും. അപ്പൊ അതിൽ അൽ ഗഫാർ എന്നൊരു വാക്ക് അവിടെ സിഫത്ത് അള്ളാഹു ഉപയോഗിക്കുന്നു. ഇനി അടുത്ത ആയത്ത് ഗാഫിർ 40-ാമത്തെ സൂറയുടെ 42-ാമത്തെ ആയത്ത്. തദ്ഊനനി ലിഅക്ഫുറ ബില്ലാഹ് വഉശ്രിക ബിഹി മാ ലൈസ ലി ബിഹി ഇൽമുൻ വഅന അദ്ഊകും ഇലൽ അസീസുൽ ഗഫാർ വഅന അദ്ഊകും ഇലൽ അസീസുൽ ഗഫാർ. അപ്പോ ഇത് വേറൊരു സീനാണ് വരുന്നത്. എവിടെയാണ് ഈ സീൻ ഓപ്പൺ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഫിർഔന്റെ കോടതിയിൽ വെച്ചിട്ടാണ്. ഫിർഔന്റെ കോടതിയിൽ മൂസ അലൈഹി ഇസ്ലാം പ്രബോധനം ചെയ്യുന്നു. എന്നിട്ട് മൂസ അലൈഹി ഇസ്ലാമിന്റെ അഭാവത്തിൽ മൂസ അലൈഹി ഇസ്ലാമിനെ വധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗൂഢാലോചന നടക്കുന്നതിനിടയിൽ ഫിറോന്റെ കോടതിയിൽ തന്നെ ഒരു മനുഷ്യൻ ഫിറോന്റെ ആൾക്കാരൊക്കെ എന്താണ് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് വിളിക്കുകയാണ്. ആ മനുഷ്യൻ എന്ത് തെറ്റാണ് ചെയ്തത്, എന്ത് തെറ്റായ സന്ദേശമാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. എന്നിട്ട് വളരെ സുന്ദരമായ രീതിയിലാണ് ആ മനുഷ്യൻ പറയുന്നത്, തദ്ഊനനി ലിഅക്ഫുറ ബില്ലാഹ്, നിങ്ങൾ എന്നെ വിളിക്കുന്നത് എന്തിലേക്കാണ്? അള്ളാഹുൽ കുഫർ ചെയ്യാനാണോ? അള്ളാഹുൽ ഷിർക്ക് ചെയ്യാനാണോ? മാ ലൈസലി ബിഹി ഇൽം, ഇതില് എനിക്ക് അതിനെക്കുറിച്ച് ഒരു അറിവില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്തൊരു ദൈവം ഞാൻ സ്വീകരിക്കുമോ? നിങ്ങൾ എങ്ങനെയാണ് അത് എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ എന്നെ അതിലേക്ക് ക്ഷണിക്കുന്നത് എന്ന രീതിയിൽ വളരെ സുന്ദരമായ രീതിയിൽ ചോദിക്കുകയാണ്. എന്നിട്ട് തിരിച്ചു പറയുന്നു അതിന്റെ ഒരു കോൺട്രാസ്റ്റ് നിലയ്ക്ക്, അന അദ്ഊകും ഇലൽ അസീസുൽ ഗഫാർ, എന്നാൽ ഞാനോ നിങ്ങൾ വിളിക്കുന്നത് എന്തിലേക്കാണ്? അൽ അസീസ്, ഏറ്റവും പവർഫുൾ, അൽ ഗഫാർ, ഏറ്റവും കൂടുതൽ പൊറുക്കുന്നവനുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. അപ്പം ഈ ഒരു കോൺട്രാസ്റ്റ് ഈ സത്യവിശ്വാസി ഫിറോന്റെ കോടതിയിൽ വെച്ച് തന്നെ മൂസ അലൈഹി ഇസ്ലാമിനെ സപ്പോർട്ട് ചെയ്ത് നൽകുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇനി സൂറ നൂഹിലാണ് ഈ ആയത്ത് വരുന്നത്. ഫഖുൽതു അസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ. ഇവിടെ നൂഹ് അലൈഹി ഇസ്ലാം നമുക്കറിയാം 950 വർഷം സ്വന്തം ജനതയോട് പ്രബോധനം ചെയ്തതിനു ശേഷം ഒരു പ്രയാസത്തോടെയാണ് അള്ളാഹുവിനോട് കംപ്ലൈന്റ് ചെയ്യുന്നത്. ആ കംപ്ലൈന്റിൽ പോലും നമുക്ക് ആ സുന്ദരമായ രീതി നമുക്ക് കാണാം. ഫഖുൽതു അസ്തഗ്ഫിറു, ഞാൻ അവരോട് എന്താ പറഞ്ഞത്? അള്ളാഹുവിന്റെ ഇസ്തിഗ്ഫാർ തേടാനാണ്. അസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ, തീർച്ചയായും അവൻ നിരവധി പാപങ്ങൾ അല്ലെങ്കിൽ നിരവധി പ്രാവശ്യം പുറത്തു തരുന്നവനാണ് എന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് നൂഹ് അലൈഹി ഇസ്ലാം വളരെ സ്നേഹത്തോടെയാണ് സ്വന്തം ജനതയോട് അള്ളാഹുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. അൽ ഗഫാർ അല്ല ഗഫാർ എന്നരയ്ക്ക്. അതുകൊണ്ട് ഇസ്തിഗ്ഫാർ തേടുക, നേരായ വഴിയിലേക്ക് വരിക, നിങ്ങൾ തെറ്റ് ചെയ്യില്ലേ, ഞാൻ പറഞ്ഞ പ്രബോധനം, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് വിശ്വസിക്കുന്നില്ല, നിങ്ങൾ എന്നെ ബുദ്ധിമുട്ടിക്കുന്നു, എന്നെ പ്രയാസപ്പെടുന്നു, എന്നെ രീതിയിൽ എന്നെ ബുദ്ധിമുട്ടിക്കുന്നു എങ്കിൽ പോലും ഞാൻ പറയാണ്, നിങ്ങൾ അള്ളാഹുവിലേക്ക് തിരിച്ച് മടങ്ങുക. ഇതോടെ ഞാൻ പ്രസന്റേഷൻ നിർത്തുകയാണ്. സമയം അധികരിച്ചെന്ന് തോന്നുന്നു. ഈ ആയത്തുകളില് എനിക്ക് അൽ ഗഫാർ എന്ന ആ ഒരു പദം ഭയങ്കരമായിട്ട് ടച്ചിങ് ആയിട്ട് തോന്നിയിരുന്നു. നമുക്ക് എല്ലാവർക്കും ഉപകരിച്ചു എന്ന് തോന്നുന്നു. സല്ലല്ലാഹു തആല അലാ ഖൈരി ഖൽഖി മുഹമ്മദി വഅലിഹി വസഹ്ബിഹി അജ്മഈൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇനി അടുത്തത് സൈനബ് സാഹിബാണ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. ഏറെ ബഹുമാനപ്പെട്ട ഉസ്താദ് ഡോക്ടർ നഹ സ്മാള സാഹിബ്, കോർഡിനേറ്റർ ഹബീബ് സാഹിബ്, മറ്റ് ശ്രോതാക്കളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഞാൻ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് സൂറ ഹശ്റിലെ 10ാമത്തെ സൂക്തമായ ഒരു പ്രാർത്ഥനയാണ്. വളരെ മനോഹരമായ ആ പ്രാർത്ഥന എനിക്കേറെ ഇഷ്ടമുള്ളൊരു ദുആ കൂടിയാണ്. ആ പ്രാർത്ഥന ഇങ്ങനെ നമുക്ക് പാരായണം ചെയ്യാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والذين جاءوا من بعدهم يقولون ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ഈ ആയത്തിന്റെ അർത്ഥം, അവര് പ്രാർത്ഥിക്കുന്നു, നാഥ ഞങ്ങൾക്കും
ഞങ്ങൾക്ക് മുമ്പേ വിശ്വാസികളായി തീർന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരേണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വിശ്വാസികളോട് വിദ്വേഷമുണ്ടാക്കരുതേ. ഞങ്ങളുടെ നാഥ, നീ കനിവുറ്റവനും ദയാപരനുമല്ലോ. ഈ ആയത്തിന്റെ പശ്ചാത്തലത്തിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ആ പ്രാർത്ഥന അവസാനിപ്പിക്കുമ്പോ അള്ളാഹുവിന്റെ വിശിഷ്ട നാമം വരുന്നുണ്ട്, റഊഫുർ റഹീം. അതിൽ ഗഫൂറും കൂടി പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ അത് നേരത്തെ സഹോദരൻ വളരെ മനോഹരമായി അവതരിപ്പിച്ചത് കൊണ്ട് അതിനെ ഞാൻ ഒഴിവാക്കുകയാണ്. റഊഫ് റഹീമും മാത്രം പറയാണ്. അത് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന രണ്ട് വാക്കുകളാണ്, റഊഫും റഹീമും. അപ്പോ ഈ ആയത്തില് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു സംഗതി എന്താന്ന് പറഞ്ഞാല്, ഇസ്ലാം സ്വന്തത്തെക്കാൾ പ്രാധാന്യം മറ്റുള്ളവർക്ക് നൽകുന്നു എന്നുള്ളതാണ്. അതൊരു അത്ഭുതകരമായ ഒരു സംഗതിയാണ്. സ്വന്തത്തെ പോലെ അല്ലെങ്കിൽ സ്വന്തത്തിനേക്കാൾ അധികം തന്റെ സഹോദരന് പ്രാധാന്യം നൽകുന്ന ഒരു തത്വസംഹിത. വിശ്വാസികളായ തന്റെ സഹോദരന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കൽപ്പന നൽകുകയാണ്. അവർ യാതൊരു മുസ്ലിമിനോട് വിദ്വേഷം പുലർത്തരുത്. തനിക്കു മുമ്പ് കഴിഞ്ഞു പോയ മുസ്ലിങ്ങളെ ശപിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യുകയും അരുത്. മറിച്ച് അവർക്ക് പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നത്. ഈ ഒരു പ്രാർത്ഥനയില് അള്ളാഹു കൊടുത്തിരിക്കുന്ന ഈ ഒരു റഊഫ് എന്ന പദത്തെ പഠിക്കാൻ ശ്രമിച്ചപ്പോ ഒരു ഖുദ്സിയായ ഹദീസ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഞാൻ ആ ഹദീസ് ഇവിടെ വായിക്കാം. യദ്നു അഹദുക്കും മിർ റബ്ബിഹി ഹത്താ യളാ കംഫഹു അലൈഹി ഫയഖൂലു ഉഅ്മിലത് കദാ വകദാ ഫയഖൂലു നഅം വയഖൂലു ഉഅ്മിലത് കദാ വകദാ ഫയഖൂലു നഅം ഫയഖററഹു ثم يقول إني سترتها عليك في الدنيا وإني أغفرها لك اليوم. നിങ്ങളിൽ ഒരാൾ തന്റെ രക്ഷിതാവിനോട് വളരെ അടുത്തെത്തും. അപ്പോൾ അള്ളാഹു അവന്റെ മേൽ തന്റെ മറവിരിക്കും. എന്നിട്ട് അള്ളാഹു ചോദിക്കും, നീ ഇന്ന കാര്യം ചെയ്തിരുന്നില്ലേ? അവൻ പറയും, അതെ എന്റെ രക്ഷിതാവേ. അള്ളാഹു വീണ്ടും ചോദിക്കും, നീ ഇന്ന കാര്യം ചെയ്തിരുന്നില്ലേ? അവൻ വീണ്ടും പറയും, അതെ എന്റെ രക്ഷിതാവേ. അങ്ങനെ അവന്റെ പാപങ്ങൾ അവനെ കൊണ്ട് സമ്മതിപ്പിച്ച ശേഷം അള്ളാഹു പറയും, ലോകത്ത് അവ ഞാൻ നിനക്കായി മറച്ചു വെച്ചിരുന്നു. ഇന്ന് ഞാൻ അവ നിനക്ക് പുറത്തു തരുന്നു എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു സംഗതി നമ്മളുടെ മനസ്സിലേക്ക് നമ്മളിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇട്ട് തരുമ്പോ നമുക്ക് നൽകുന്ന ഒരു വലിയ പാഠം എന്താന്ന് പറഞ്ഞാൽ, അള്ളാഹുവിന്റെ അതിമഹത്തായ പൊറുക്കലാണ്. അത് എത്രത്തോളം എന്ന് പറഞ്ഞാൽ, ഈ റഊഫ് എന്ന പദത്തിന്റെ അർത്ഥം ശരിക്കും കരുണ എന്നതിനേക്കാൾ ഉപരി ഒരു പ്രത്യേക തരം അനുകമ്പ എന്നുള്ളതാണ്. ആ അനുകമ്പ റബ്ബിന് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. അതായത് അള്ളാഹുവിന് വേണമെങ്കിൽ എന്തും ചെയ്യാനുള്ള അധികാരമുണ്ട്. പക്ഷെ അവൻ മനുഷ്യനെ, പ്രത്യേകിച്ചും വിശ്വാസികളായ അള്ളാഹുവിന്റെ ദാസന്മാരെ അള്ളാഹു എവിധമാണ് സ്നേഹിക്കുന്നത് എന്ന് നമുക്ക് അങ്ങേയറ്റത്തെ വിശദീകരണമാണ് ഈ ആയത്തിന്റെ അവസാനത്തെ റഊഫുർ റഹീം എന്ന പദം കൊണ്ട് നൽകുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ വിഷയത്തിൽ പഠിപ്പിച്ച് തന്നിരിക്കുന്നു. നിരന്തരം അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ, നേരത്തെ സഹോദരൻ ഒരുപാട് വിശദീകരിച്ചു, ഇസ്തിഗ്ഫാർ നടത്തുന്നതിന്റെ, അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുന്നതിന്റെ പ്രാധാന്യം. അപ്പോ എത്രത്തോളം നമ്മൾ പാപങ്ങൾ ചെയ്താലും, കടലിലെ നുരയോളം പാപങ്ങൾ ചെയ്താലും അള്ളാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യന് പുറത്തു കൊടുക്കാൻ റെഡിയാണ്, തയ്യാറാണ്. അപ്പൊ നമ്മളെ അശ്രദ്ധ കൊണ്ട് ചിലപ്പോ പൊറുക്കലിനെ തേടിയില്ലെങ്കിൽ അത് മഹാനഷ്ടമായിരിക്കും എന്നുള്ള ഒരു യാഥാർത്ഥ്യം ഇതിൽ ഉണ്ട്. റഊഫായ റബ്ബ് ആ ഒരു ഹദീസില് വിശദീകരിച്ചിരിക്കുന്ന ഭാഗം ഓരോരുത്തരും ഒന്ന് ഓർത്തു നോക്കിയേ. അതെന്തായാലും നടക്കാനിരിക്കുന്ന കാര്യമാണല്ലോ. തീർച്ചയായും 100% അള്ളാഹുവിന്റെ അന്ത്യദിനത്തില് അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോ ആളുകളെയും വിചാരണ ചെയ്യുമ്പോൾ, നമ്മൾ ആ ഒരു സന്ദർഭം വരുമ്പോ, ഒരു അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുത്ത ഒരു വ്യക്തിയെ വിചാരണ ചെയ്യുന്നത്
അള്ളാഹുവും അവനും മാത്രം, ആ ഒരു മനുഷ്യനും അള്ളാഹുവും മാത്രമായി ഒരു മറക്കു പിന്നിൽ ഒരു തിരശ്ശീല. എൻ്റെ മനസ്സിലേക്ക് വന്നൊരു സംഗതി എന്താന്ന് വെച്ചാല്, ഒരു പുതപ്പോ അതുപോലത്തെ എന്തെങ്കിലും ഒരു ഷീറ്റിന്റെ ഉള്ളിലേക്ക് അള്ളാഹുവും നമ്മളും മാത്രം ഒറ്റക്കായി നിൽക്കുന്ന സമയം. എന്നിട്ട് അള്ളാഹു സ്നേഹത്തോടു കൂടി ആ അടിമയോട് പറയാണ്, ഇന്ന സമയത്ത് ഇന്നടുത്ത് വെച്ച് ഇന്നൊരു പാപം നീ ചെയ്തിരുന്നില്ലേ? എന്നിട്ട് നിന്നെ ദുനിയാവിൽ ഞാൻ അപമാനിച്ചില്ലല്ലോ. പുറത്തു നോക്ക് പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജാഹിലിയ കാലം നമുക്കൊക്കെ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. അപ്പൊ നമ്മളൊക്കെ അശ്രദ്ധ കൊണ്ടോ അല്ലെ അറിഞ്ഞുകൊണ്ടോ ഒക്കെ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ചെയ്തു പോയെങ്കിൽ അത് അള്ളാഹു സൂക്ഷ്മമായി കണ്ടിട്ടുണ്ട്. നമ്മൾ ഏതോ ഇരുട്ടത്തോ അല്ലെ ഏതോ മറയത്തോ ഒക്കെ ആയിരിക്കും ആ തെറ്റ് ചെയ്തിട്ടുണ്ടാവുക. ആരും കാണുകയില്ലാത്ത രീതിയിൽ കണ്ടാൽ അപമാനിക്കപ്പെടുമല്ലോ. പക്ഷെ നമ്മൾ അത് ഒളിച്ചും പൊത്തിയുമാണ് ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ അത് റബ്ബ് കൃത്യമായി കണ്ടിട്ടുണ്ട്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ കുറ്റബോധം തോന്നിയപ്പോ നമ്മൾ അള്ളാഹുവെ നീ എനിക്ക് പുറത്തു തരണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോ അള്ളാഹു ആദ്യം ചെയ്തത് എന്താണ്? നമ്മള് ആരും അറിയാതെ ചെയ്ത തെറ്റിനെ അള്ളാഹു ദുനിയാവിൽ വെച്ച് തന്നെ അത് മറച്ചു വെക്കുകയാണ്. അപ്പൊ പാപികളായ മനുഷ്യർ ചെയ്യുന്ന തെറ്റുകളെയൊക്കെ അള്ളാഹു എങ്ങാനും ദുനിയാവിലുള്ള മനുഷ്യരുടെ മുമ്പിൽ തന്നെ എടുത്തിട്ടിട്ട് അത് മറ്റുള്ളവർ അറിയുകയാണെങ്കിൽ എത്രമാത്രം അപമാനിക്കപ്പെടും എന്ന് ഓർത്തു നോക്കൂ. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ അത്തരം കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചിട്ട് ആ മനുഷ്യനെ ആദരിക്കുന്നു. പിന്നീട് അവൻ പശ്ചാത്തപിച്ചതിന്റെ പ്രതിഫലമായിട്ട് നാളെ അന്ത്യദിനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വിചാരണ സമയത്ത് കൂട്ടിക്കൊണ്ടുപോയിട്ട് ഒരു മറക്ക് പിന്നിൽ വെച്ചിട്ട് ഇന്ന ദിവസം ഇന്ന സമയത്ത് വെച്ച് ഇന്ന കാര്യം നീ ചെയ്തിരുന്നില്ലേ എന്ന് ആ മനുഷ്യനോട് ചോദിച്ചിട്ട് അത് അവനെ സമ്മതിപ്പിക്കുന്നു. എന്നിട്ട് അള്ളാഹു പറയുന്നു, അത് ഞാനിപ്പോ നിനക്ക് പുറത്തു തന്നിരിക്കുന്നു, ദുനിയാവിൽ ഞാനത് മറച്ചു വെച്ചതുപോലെ എന്ന്. എന്തൊരു വല്ലാത്തൊരു അനുഭൂതി ഉണ്ടാക്കുന്ന, നമ്മുടെ മനസ്സിന് സമാധാനം തരുന്ന ഒരു പ്രയോഗമാണ് അത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരു സംഗതി ഉള്ളത്, നമ്മള് പ്രഭാതവേളയിൽ ഒരു പ്രാർത്ഥനയുണ്ട് അല്ലെ, اللهم إني أسألك العفو والعافية في الدنيا والآخرة اللهم إني أسألك العفو والعافية في ديني ودنياي ومالي وعملي اللهم استر عوراتي وآمن روعاتي എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രഭാതത്തിലെയും പ്രദോഷത്തിലെയും ദിക്ർ വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്റാണത്, പ്രാർത്ഥനയാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് എപ്പോഴും ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന ദുആ. ആ പ്രാർത്ഥനയിൽ അല്ലാഹുമ്മസ്തുർ ഔറാത്തി ആമീൻ റവാത്തി എന്നുള്ള പ്രയോഗം നമുക്ക് കാണാം. പടച്ചോനെ നീ എന്റെ ഗോപ്യങ്ങൾ മൂടി വെക്കണമേ, അല്ലാഹുമ്മസ്തുർ ഔറാത്തി ആമീൻ റവാത്തി, ഞാൻ ഭയപ്പെടുന്നതിൽ നിന്ന് നീ എന്നെ രക്ഷിക്കുകയും ചെയ്യണേ എന്നുള്ളത്. അപ്പൊ റഊഫായ റബ്ബിനോടാണ് അത് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അള്ളാഹു റഊഫ് ആയത് കൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കത് പുറത്തു തരുന്നു. ഒരുപക്ഷെ ഇംഗ്ലീഷിൽ നമ്മൾ ഇല്ലേ എംപതി എന്നൊക്കെ പറയുന്ന ഒരു സാധനമില്ലേ, അതായിരിക്കുമോ എന്ന് ഞാൻ സംശയിക്കാം. അള്ളാഹുവിന് നമ്മളോട് തോന്നുന്ന വല്ലാത്തൊരു അനുകമ്പ, സിമ്പതി അല്ല, സിമ്പതിനേക്കാൾ വലിയതാണല്ലോ എംപതി എന്ന് പറയുന്നത്. അപ്പൊ അള്ളാഹുവിന് നമ്മളോട് തോന്നുന്ന അതിശക്തമായ ആ അനുകമ്പയുടെ പേരത്രേ റഊഫ് എന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന്റെ ആ പദം ഒരു വിശ്വാസിക്ക് നൽകുന്ന ആശ്വാസം പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അത്രയുമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ ഇസ്ലാമിൽ മറ്റൊരു സംഗതി ഉള്ളത് എന്താന്ന് പറഞ്ഞാല്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ തുടക്കത്തില്, നമ്മളെക്കാൾ പ്രാധാന്യം നമ്മൾ കൊടുക്കേണ്ടത്, വിശ്വാസികളാണ് നമ്മളെങ്കിൽ നമ്മളെക്കാൾ പ്രാധാന്യം നാം കൊടുക്കേണ്ടത് നമ്മുടെ കൂടെയുള്ള നമ്മുടെ സഹോദരങ്ങൾക്കാണ്. നമ്മുടെ പ്രസ്ഥാന മാർഗത്തിലെ, ഇസ്ലാമിക പ്രസ്ഥാന പാതയിലെ നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ സുഹൃത്തുക്കൾക്ക് വിട്ടുവീഴ്ച മനോഭാവം, വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാനുള്ള ഒരു മഹത്തായ സ്വഭാവശീലം വിശ്വാസിക്ക് ഉണ്ടായിരിക്കണമെന്ന് ഈ പ്രാർത്ഥന നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ആ വിഷയത്തില് പറയാനുള്ളത്, ഈ വിട്ടുവീഴ്ച മനോഭാവം നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാല് നമുക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ അള്ളാഹുവിൽ നിന്നുള്ളത് വളരെ വലുതാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാല് ഇതിൽ പറയുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല നാളെ വിചാരണ കൂടാതെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന ഒരു ടീമുണ്ട്. അത് ശുഹദാക്കളാണെന്നാണ് പറയുക. അപ്പൊ ആ ശുഹദാക്കളുടെ കാറ്റഗറിയിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ടീമിനെ ആക്കും. അവരാരാണെന്ന് പറഞ്ഞാല്, നമ്മുടെ ഭാഗത്ത് നീതിയും ന്യായവും ഉണ്ടായിട്ടും
നമ്മൾ പുറത്തു കൊടുക്കുന്ന എങ്കിൽ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടെങ്കിൽ അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണത്. ആ വിട്ടുവീഴ്ച മനോഭാവത്തിന്റെ പ്രതിഫലമായി അള്ളാഹു സുബ്ഹാനഹു തആല വിചാരണക്ക് വിധേയമാക്കാതെ നമ്മളെ സ്വർഗത്തിൽ എത്തിക്കുവാൻ ഇടയാകുമെന്നുള്ളൊരു ഒരു വിശദീകരണം വായിക്കുകയുണ്ടായി. അപ്പൊ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ അള്ളാഹുവിന്റെ മനോഹരമായ അസ്മാ ഉൽ ഹുസ്നയിൽപ്പെട്ട അതിമനോഹരമായ ഒരു വാക്കായിട്ട് റഊഫും അതിന്റെ കൂടെ തന്നെ ചേർത്തി വെച്ചുകൊണ്ട് റഹീമും വന്നിരിക്കുകയാണ്. റഹീം ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ, നമ്മൾ ഒരുപാട് കേട്ടതാണ്. അള്ളാഹുവിന്റെ അപാരമായ കാരുണ്യം, അള്ളാഹുവിന്റെ കാരുണ്യം 100% വിഭജിച്ചു കഴിഞ്ഞാല് അത് ദുനിയാവിലുള്ളത്, റഹ്മാനായ റബ്ബിന്റെ കാരുണ്യം ദുനിയാവിലുള്ളത് 1% മാത്രമാകുന്നു എന്നതും, ബാക്കി 99% അള്ളാഹുവിന്റെ റബ്ബുൽ ഇസ്സത്തായ റബ്ബിന്റെ കാരുണ്യം പരലോകത്തേക്ക് വേണ്ടി അവന്റെ വിശ്വാസികളായ അടിമകൾക്ക് വേണ്ടി അവൻ നീക്കിവെച്ചിരിക്കുന്നു എന്നൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. അപ്പൊ നമ്മള് എന്തേ ചെയ്യേണ്ടു? വളരെ കൃത്യമായി ആത്മാർത്ഥമായി കപട്യമില്ലാതെ അള്ളാഹുവിന്റെ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കുകയും പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ഇസ്തിഗ്ഫാർ നടത്തുകയും ചെയ്താൽ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മെ രക്ഷപ്പെടുത്തും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. വളരെയധികം പോസിറ്റീവായ ഒരു എനർജി വിശ്വാസികൾക്ക് നൽകുന്ന അതിമനോഹരമായ 2 അസ്മാ ഉൽ ഹുസ്നയാണ് റഊഫും റഹീമും എന്ന് മനസ്സിലാക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളിൽ നിന്നും ഈ ഉദ്യമം സ്വീകരിക്കുമാറാകട്ടെ. അവൻ നമുക്ക് വളരെ വലിയ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാക്കല്ലാഹ് സൈനബ് സാഹിബ. ഇനി അടുത്തത് CV ജമീല സാഹിബയുടെ പ്രസന്റേഷൻ ആണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഏറെ ബഹുമാന്യനും ആദരണീയനുമായ ഡോക്ടർ നഹാസ് മാള സാഹിബ്, ഇതിന്റെ കോർഡിനേറ്ററായ ബഹുമാന്യനായ ഹബീബ് സാഹിബ്, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാന് അസ്മാഉൽ ഹുസ്നയില് തെരഞ്ഞെടുത്തത് അത്തവ്വാബ് എന്ന അള്ളാഹുവിന്റെ നാമങ്ങളിൽപ്പെട്ട ഒരു നാമമാണ്. ഇതില് തൗബ സ്വീകരിക്കുന്നവൻ അത്തവ്വാബ്. തൗബയുടെ ഒരു ഡെഫിനിഷൻ നമുക്ക് കാണാൻ പറ്റുന്നത് അത് റുജൂഉൽ അബ്ദു ഇലല്ലാ, അള്ളാഹുവിലേക്കുള്ള അള്ളാഹുവിന്റെ ദാസന്റെ മടക്കമാണ്. തർക്കു ദംബി, എങ്ങനെയാ മടങ്ങണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യന് പാപങ്ങൾ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉള്ള ആളുകളാണ്. പാപങ്ങൾ അവരുടെ അടുത്തുനിന്ന് വരും. അപ്പൊ ആ തർക്കു ദംബി, ആ പാപങ്ങളെ ഉപേക്ഷിച്ച് എങ്ങനെയാ ഉപേക്ഷിക്കണമെന്ന് വെച്ചാൽ മാൻ നദ്മി അലാമ ഫഅമിഹി വൽ അസ്മുൽ അക്കീദ്, അത് ഖേദത്തോടു കൂടി, അതായത് തെറ്റ് സംഭവിച്ചു പോയിരിക്കുന്നു എന്ന് മനസ്സുകൊണ്ട് ഖേദിച്ചാണ് അള്ളാഹുവിലെ ആ പാപത്തെ ഉപേക്ഷിക്കുക. അതോടൊപ്പം തന്നെ വൽ അസ്മുൽ അക്കീദ് അല അദ്മിൽ ഔദത്തി ഇലൈഹി, അതിലേക്ക് പിന്നീട് മടങ്ങാതിരിക്കാനുള്ള ഒരു അക്കീദ് എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടുള്ള ഒരു തീരുമാനം എടുത്തുകൊണ്ട് അള്ളാഹുവിലേക്ക് ഒരു അടിമ മടങ്ങിപ്പോകുന്നതിന്റെ, തിരിച്ചു പോകുന്നതിന് പറയുന്നതാണ് തൗബ എന്ന് പറയുന്നത്. അത് വിശ്വാസിയായ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളവും അതുപോലെ തന്നെ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളവും തൗബ ചെയ്യാന്ന് പറയുന്നത് വളരെ വാജിബായിട്ടുള്ള, നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം തൗബ ചെയ്യുമ്പോൾ മാത്രമേ മനുഷ്യൻ ആത്മീയമായി ശുദ്ധീകരിക്കപ്പെടുകയുള്ളൂ, അതോടൊപ്പം അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കാനും കഴിയുള്ളൂ. ഇതാണ് തൗബയെ കുറിച്ചിട്ടുള്ള അതിന്റെ ഒരു മൊത്തത്തിലുള്ള ഒരു കണ്ടന്റ് എന്ന് പറയുന്നത്. നമുക്ക് വിവിധ മതങ്ങളെ നമുക്കറിയാം. അപ്പൊ വിവിധ മതങ്ങളില് എല്ലാവരും മനുഷ്യൻ തെറ്റ് ചെയ്യുന്നവരാണ് എന്ന് സൂചിപ്പിക്കാറുണ്ട്. പക്ഷെ ഇപ്പൊ നമ്മള് സഹോദര സമുദായത്തിൽപ്പെട്ട ഹിന്ദുമത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം തെറ്റ് ചെയ്താൽ എന്താണെന്ന് വെച്ചാൽ ആ തെറ്റിൽ നിന്ന് അവനെ ശുദ്ധീകരിക്കപ്പെടുന്നത് മരണശേഷമാണ്. അവന്റെ ബോഡി കത്തിച്ചു കളഞ്ഞ് അതിന്റെ ചാരം ഗംഗയിൽ ഒഴുക്കി അല്ലെങ്കിൽ അതുപോലെയുള്ള കർമ്മങ്ങൾ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവര് ആ തെറ്റിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെടുന്നത്. ക്രിസ്തുമതത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും, അവരുടെ എല്ലാ പാപങ്ങളും ദൈവം ഏറ്റെടുക്കുകയാണ്. പക്ഷെ
ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം തെറ്റ് ചെയ്യുന്നവർ ആരാണോ അവര് അവരുടെ തെറ്റുകളെ മനസ്സിലാക്കി അത് റിവ്യൂ നടത്തി അതിൽ നിന്ന് തിരിച്ചു വരിക എന്നതാണ് ശുദ്ധീകരണ പ്രക്രിയ എന്ന് പറയുന്നത്. അപ്പോഴാണ് മനുഷ്യന്റെ ജീവിതത്തെ അത് മനോഹരമാക്കുള്ളൂ. അല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്ക് മനുഷ്യരിങ്ങനെ പോകും. ഈ തൗബയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ അറബി ഭാഷയിലെ ഓരോ പദത്തിനും അതിന് ഭാഷാപരമായ ഒരു അർത്ഥം ഉണ്ടാവും, അതുപോലെ സാങ്കേതികമായിട്ടുള്ള ഒരു അർത്ഥം ഉണ്ടാവും. അപ്പൊ തൗവാബ്, അത്തൗവാബ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ നാമമായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അത് അസ്മാഉൽ ഹുസ്നയിലെ ഒന്നാണ്. അതിനെ ഇസ്തിലാഹിയായിട്ട്, അതായത് സാങ്കേതികമായിട്ടുള്ള അർത്ഥം, മറ്റേ അർത്ഥം നമ്മള് ഭാഷാപരമായി പറയുന്ന അർത്ഥം മടക്കം, അതുപോലെ തന്നെ കബൂൽ, അത് സ്വീകരിക്കുക, അള്ളാഹുവിലേക്ക് അടിമ മടങ്ങുന്നു, അടിമയുടെ പശ്ചാത്താപത്തെ അള്ളാഹു സ്വീകരിക്കുന്നു എന്ന അർത്ഥത്തിലാണ്. അത് സാങ്കേതികമായിട്ട് പറയുമ്പോൾ ഈ തൗവാബ് എന്ന പദം അത് മുബാലഗത്തിന്റെ സീഗ എന്ന് പറയും അറബി ഭാഷയിൽ, അതിന്റെ ഗ്രാമർ പ്രകാരം. എന്ന് പറഞ്ഞാൽ അതിന്റെ ഏറ്റവും അങ്ങേ അറ്റം. ഇനി അതിനപ്പുറത്തേക്ക് പിന്നെ അതിന് നമുക്ക് ഇപ്പൊ വെള്ളം 100 ഡിഗ്രി സെൽഷ്യസിലാണ് തിളക്കാന്ന് പറഞ്ഞാൽ പിന്നെ 101 അതിനുണ്ടാവില്ലല്ലോ. അതേപോലെ ഉള്ള രൂപത്തിനാണ് സീഗത്തുൽ മുബാലഗ എന്ന് പറയാം. അപ്പൊ അതിൽ പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ തൗബ സ്വീകരിക്കുന്നതിന്റെ ആധിക്യമാണ് അത് സൂചിപ്പിക്കുന്നത്. തദുല്ലു അലാ കസറത്തി വ ഖബൂലി തൗബത്തി ബിലാ ഹുദൂദ്, അതിന് അതിരുകളൊന്നുമില്ല. അള്ളാഹു തൗബ സ്വീകരിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള അതിരോ പരിധികളോ നിബന്ധനകളോ വെച്ചുകൊണ്ടല്ല. ഒരാള് അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുകയാണ് എന്ന് പറഞ്ഞാൽ പിന്നെ അള്ളാഹു സുബ്ഹാനഹു തആല അവരെ വളരെ ആത്മാർത്ഥമായിട്ടാണ് ആ തൗബയെ സ്വീകരിക്കുന്നത്. അതിന് പരിധികൾ ഉണ്ടാവുകയില്ല. പിന്നെ അതിന്റെ ഒരു സാങ്കേതികമായ അർത്ഥം അത്തൗഫീഖുൽ ഇലാഹി, അതായത് അങ്ങനെ അത്തവാബ് ആയിട്ട് അള്ളാഹുവിനെ കാണാനും അതിലേക്ക് മടങ്ങാനും അള്ളാഹുവിന്റെ ഒരു തൗഫീഖ് അതിൽ ഉണ്ടാകും എന്നതുകൂടി അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ ഖുർആനിൽ തൗബയും അതുമായി ബന്ധപ്പെട്ട പല രീതിയിലുള്ള പദങ്ങളും 87 തവണ വന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചില രൂപങ്ങള് താബ എന്ന് വന്നിട്ടുണ്ട്, പശ്ചാത്തപിച്ചു മടങ്ങി എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. താബു എന്ന് വന്നിട്ടുണ്ട്, അവർ പശ്ചാത്തപിച്ചു. തൂബു എന്ന് പറഞ്ഞാൽ നിങ്ങൾ പശ്ചാത്തപിക്കുക. തുബ് എന്ന് വന്നിട്ടുണ്ട്, നീ പശ്ചാത്തപിക്കുക. തൗബ എന്ന് വന്നിട്ടുണ്ട്, പശ്ചാത്താപം. പിന്നെ തവ്വാബ് എന്ന് പറഞ്ഞാൽ പശ്ചാത്താപം സ്വീകരിക്കുന്നവൻ. അത്തവ്വാബ് എന്നും വന്നിട്ടുണ്ട്, അത് അള്ളാഹുവിന്റെ നാമങ്ങളിൽ ഒന്നാണ്, പശ്ചാത്താപം ധാരാളമായി സ്വീകരിക്കുന്നവൻ. പിന്നെ മത്താബ് എന്ന് കാണാൻ പറ്റും, അതായത് മടങ്ങി ചെല്ലാനുള്ള സ്ഥലം എന്നാണ് അതിന്റെ അർത്ഥം. ഈ ഖുർആനില് അത്തവാബ് എന്ന അള്ളാഹുവിന്റെ നാമം തന്നെ 11 തവണ വന്നതായിട്ടാണ് എൻ്റെ ഒരു വായനയിൽ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ അത്രയാണ്. കൂടുതലായിട്ടൊന്നും ഞാൻ വായിച്ചിട്ടില്ല, വായിച്ചതിന്റെ അടിസ്ഥാനത്തിലുള്ള ചെറിയ അറിവുകൾ മാത്രമാണ് ഇവിടെ പങ്കുവെക്കുന്നത്. പിന്നെ അതുമായി ബന്ധപ്പെട്ട്, അതായത് അത്തവാബ് എന്നതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ആയത്തുകൾ കാണാൻ പറ്റും. സൂറത്തുൽ ബഖറയിലെ 37-ാമത്തെ ആയത്തിലുണ്ട് ഫതലഖ ആദം മിൻ റബ്ബിഹി കലിമാത്തിൻ ഫതാബ അലൈഹി. പിന്നെ ആദം അലൈഹിസ്സലാം ഒരു തെറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ആ തെറ്റ്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. പിന്നെ അപ്പോ ആദം അലൈഹിസ്സലാം തന്റെ റബ്ബിൽ നിന്ന് ചില വചനങ്ങൾ സ്വീകരിക്കുന്നു. ഫതാബ അലൈഹി, എന്നിട്ട് ആ വചനങ്ങളിലൂടെയാണ് അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്നത്. ഇന്നഹു ഹുവ തവ്വാബുർ റഹീം, തീർച്ചയായും അള്ളാഹു പശ്ചാത്താപം ധാരാളമായി സ്വീകരിക്കുന്നവനാണ്, റഹീമാണ്. റഹീമൊക്കെ ഇപ്പൊ നേരത്തെ നമ്മളെ സഹോദരി വിവരിച്ചതാണ്. പിന്നെ സൂറത്തുൽ ബഖറയിൽ തന്നെ 54-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട് ഫതാബ അലൈക്കും ഇന്നഹു ഹുവ തവ്വാബുർ റഹീം. സൂറത്തുൽ ബഖറയിൽ തന്നെ 128-ാമത്തെ ആയത്തില് റബ്ബന വജഅൽന മുസ്ലിമൈനി ലക്, ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ മായി ബന്ധപ്പെട്ട് അവിടെ പറയുന്നുണ്ട് ഞങ്ങളെ രണ്ടുപേരെയും മുസ്ലിം ആക്കണേ, വമിൻ ദുരിയത്തിന, ഞങ്ങളുടെ സന്താനങ്ങളിൽപ്പെട്ടവരെയും ഉമ്മത്ത മുസ്ലിമത്തൻ ലക്ക വ അരിന മനാസിക്കന വതുബ് അലൈന ഇന്നക അൻത തവ്വാബുർ റഹീം. അവിടെയും പിന്നെ ഞങ്ങളിൽ നിന്ന് ഈ ഞങ്ങളുടെ പശ്ചാത്താപം സ്വീകരിക്കണേ എന്ന് പിന്നെ പറയുന്നുണ്ട് അവിടെ. പിന്നെ അത് സൂറത്തുൽ ബഖറയിൽ തന്നെ 160-ാമത്തെ ആയത്തില് ഇല്ലല്ലദീന താബു വ അസ്ലഹു
വബയ്യനു ഫഉലൈക അതൂബു അലൈഹിം വഅന തവ്വാബുർ റഹീം. അവിടെ പിന്നെ പശ്ചാത്തപിച്ച് മടങ്ങുകയും അതുപോലെ തന്നെ അസ്ലഹു പിന്നെ ഇസ്ലാഹ് ഉള്ളവരാവും, അതായത് പിന്നെ അവര് സംസ്കരിക്കപ്പെടുകയും എന്ന അർത്ഥത്തിൽ അവിടെ പറയുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഉദ്ദേശിച്ചത് എന്താന്ന് ചോദിച്ചാല് ഇവിടൊക്കെ പിന്നെ അത് പറയുമ്പോ തന്നെ നമുക്ക് കാണാം അതിന്റെ കൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഞാന് തവ്വാബാണ്, പിന്നെ അല്ലെങ്കിൽ നീ തവ്വാബാണ് എന്ന അർത്ഥത്തിൽ പറയുന്നത് അവൻ അത്തവ്വാബാണ്. ഇങ്ങനെ ഹുവ തവ്വാബ് എന്നുണ്ട്, അൻത തവ്വാബ് എന്നുണ്ട്, അന തവ്വാബ് എന്ന് കാണാൻ പറ്റും. പിന്നെ സൂറത്തുൽ ബഖറയിൽ തന്നെ 222 ആയത്തിൽ ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീന വ യുഹിബ്ബുൽ മുത്തത്വഹിരീൻ, തീർച്ചയായും അള്ളാഹു പശ്ചാത്തപിച്ച് മടങ്ങുന്നവരെ സ്നേഹിക്കുന്നു എന്ന് മാത്രല്ല അതിന്റെ കൂടെ ചേർത്തിട്ട് പറയേണ്ടത് യുഹിബ്ബുൽ മുത്തത്വഹിരീൻ, ശുദ്ധീകരിക്കപ്പെടുന്നവരെയും. എന്ന് പറഞ്ഞാൽ തൗബയിലൂടെ മാത്രമാണ് പിന്നെ മനുഷ്യൻ എന്ത് ചെയ്യാ ശുദ്ധീകരിക്കപ്പെടുന്നത്. തൗബ സംഭവിക്കണം എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ തന്നെ നമ്മൾ ആത്മപരിശോധന നടത്തണം. ആത്മപരിശോധന നടത്തുമ്പോഴാണ് പിന്നെ ആത്മപരിശോധന നടത്തുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തെറ്റുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന തിരിച്ചറിവ് ഉണ്ടാവണം. എന്നാലേ യഥാർത്ഥത്തിലുള്ള ആത്മപരിശോധന നടത്താൻ പറ്റുള്ളൂ. അങ്ങനെ യഥാർത്ഥ ആത്മപരിശോധന ഈ രീതിയിൽ നടത്തുമ്പോൾ സ്വാഭാവികമായും അവന് തെറ്റ് കണ്ടുപിടിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ എന്റെ ഭാഗത്തുനിന്ന് ചില പോരായ്മകൾ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ന്യൂനതകൾ സംഭവിച്ചു പോയിട്ടുണ്ട്, വീഴ്ചകൾ പറ്റിപ്പോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോ അവനെന്ത് ചെയ്യും, സ്വാഭാവികമായും അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങും. അപ്പൊ അവന്റെ പിന്നെ സ്വഭാവം ശുദ്ധീകരിക്കപ്പെടും, അവനിൽ വന്ന ആ പോരായ്മകളെ ഇല്ലായ്മ ചെയ്യപ്പെടും. അതുകൊണ്ട് ഇവിടെ അത് രണ്ടും കൂടി ഒരുമിച്ച് ചേർത്ത് പറഞ്ഞിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. സൂറത്തു നിസായില് പിന്നെ അടുത്തൊരു ആയത്ത്, സൂറത്തു നിസായിലെ 64 ആയത്ത്, അതിൽ പറയുന്നുണ്ട് വലൗ അന്നഹും യളമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമ. അവിടെയും തവ്വാബ് എന്ന് നമുക്ക് കാണാൻ പറ്റില്ല, അതിന്റെ കൂടി അർത്ഥം ഞാൻ പറയാത്തതാണ്. സൂറത്തുൻ നസ്റിൽ കാണാം ഫസബ്ബിഹ് ബിഹംദി റബ്ബിക് വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബ. ഇവിടെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാല് ശരിക്കും ഇത് പിന്നെ ഇസ്ലാമിലേക്ക് ധാരാളമായിട്ട് ആളുകൾ ഒഴുകി വരുന്ന ഒരു സന്ദർഭത്തിലാണ് സൂറത്തുൻ നസ്ർ പിന്നെ സൂറത്ത് ഇറങ്ങുന്നത്. അപ്പൊ സ്വാഭാവികമായും അവിടെ ഇസ്തിഗ്ഫാർ നടത്തേണ്ട ഒരു ആവശ്യം വരുന്നില്ല. പിന്നെന്താണ്, പ്രവാചകനും പ്രവാചകന്റെ അനുയായികളും ഒരുപാട് കഷ്ടപ്പെട്ട് അവരുടെ സമയവും അവരുടെ അധ്വാനവും അവരുടെ യൗവനവും എല്ലാം ചെലവാക്കി അള്ളാഹുവിന്റെ ദീനിനെ പരിചയപ്പെടുത്തി അതിലേക്ക് ആളുകളെ കൊണ്ടുവന്ന് അങ്ങനെ ഒരു വലിയ ഒരു വിജയം വരുമ്പോ എന്തിനാണ് അവിടെ ഇസ്തിഗ്ഫാർ നടത്താൻ പറയണെന്ന് ചോദിച്ചാല് അവിടുത്തെ ഇസ്തിഗ്ഫാറിന് ഒരു പ്രത്യേകത ഉണ്ട്, നമ്മൾ പഠിച്ചിട്ടും ഉണ്ടായിരിക്കും. അതായത് നമ്മളെ ഉള്ളിൽ അറിയാതെ തന്നെ ഞാൻ ചെയ്തതിന്റെ ഫലാണല്ലോ ഈ കാണുന്നത്. അതിപ്പോ ഇസ്ലാമിക പ്രവർത്തന രംഗത്ത് മാത്രമല്ല, ചിലപ്പോ നമ്മളൊരു ബിസിനസ് തുടങ്ങി, ബിസിനസ് ധാരാളമായി വളർന്നാൽ എന്റെ അധ്വാനത്തിന്റെ ഫലമാണ്. അപ്പം അങ്ങനെ ആലോചിക്കുമ്പോ നമ്മളെ ഉള്ളിൽ നമ്മളറിയാതെ ഞാൻ എന്ന ഒരു ഭാവം, അല്ലെങ്കിൽ ഞാൻ എല്ലാത്തിനും കഴിവുള്ളവനാണ് എന്നൊരു ഫീലിംഗ്, ആ അർത്ഥത്തിലൊക്കെ വരാനുള്ള സാധ്യതകൾ മനുഷ്യ മനസ്സിനുണ്ട്. അപ്പൊ ഇങ്ങനെ ഉള്ള സന്ദർഭങ്ങളിൽ ഉടനെ തന്നെ ഇസ്തിഗ്ഫാർ നടത്തുക. ഇന്നഹു കാന തവ്വാബ, അള്ളാഹു എന്താണ്, പശ്ചാത്താപം ധാരാളമായി സ്വീകരിക്കുന്നവനാണ്. അപ്പൊ തെറ്റ് ചെയ്യാന്ന് പറയുന്നത് നമ്മൾ കാണുന്ന തെറ്റുകൾ തന്നെ ആവണം എന്നില്ല. പിന്നെ നമ്മളെ മനസ്സിൽ തോന്നുന്ന തോന്നലുകളുമാവാം, നമ്മുടെ ചിന്തകളിൽ ഉണ്ടാകുന്ന ചില പിന്നെ ചിന്തകളായിരിക്കാം, നമ്മുടെ മനസ്സിൽ ഉയരുന്ന ചില ചിന്തകളാവാം. അതൊക്കെ തന്നെയും അതിൽ നിന്നൊക്കെ നമ്മൾ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങണം എന്നതാണ്. ഇനി ധാരാളമായിട്ട് ഹദീസ് ഖുർആൻ ആയത്തുകൾ നമുക്ക് കാണാൻ പറ്റും. ഇനി ഹദീസിലേക്ക് വന്നാലും പിന്നെ ഹദീസിൽ പറയുന്നുണ്ട് കുല്ല ബനി ആദം ഖത്താൻ, ആദമിന്റെ സന്തതികളൊക്കെ എന്താണ്, തെറ്റ് ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ ഖൈറുൽ ഖത്താഈന അത്തവ്വാബൂൻ എന്നാണ്, തെറ്റ് ചെയ്യുന്നവരിൽ ഉത്തമരാരാണ്, അത്തവ്വാബൂൻ, അവര് പശ്ചാത്തപിച്ച് മടങ്ങുന്നവരാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പശ്ചാത്തപിച്ച് മടങ്ങണം എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായി നമ്മുടെ മനസ്സിൽ ഒരു ആത്മപരിശോധന നടത്താനുള്ള ഒരു മനസ്സുണ്ടാകണം.
ആത്മപരിശോധന ആത്മാർത്ഥമാവണം എന്നുണ്ടെങ്കിൽ ആ മനുഷ്യന് തിരിച്ചറിവുണ്ടാവണം, എന്റെ ഭാഗത്തുനിന്ന് തെറ്റുകൾ സംഭവിക്കും എന്ന തിരിച്ചറിവുണ്ടാകണം. വേറൊരു ഹദീസിൽ പറയുന്നുണ്ട്, ലില്ലാഹി അഷദ്ദു ഫർഹൻ ബി തൗബത്തി അബ്ദിഹി മിൻ അഹദിക്കും അതിന്റെ അവിടെ ഞാൻ എഴുതിയത് എന്തോ ഒരു മിസ്റ്റേക്ക്, ബി ലാല്ലത്തിഹി ഇദാ വജദ. അതായത് ഒരാൾ ഒട്ടകം നഷ്ടപ്പെട്ടിട്ട് അതിനെ വീണ്ടും കിട്ടുമ്പോൾ അയാളുടെ മനസ്സിലുണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ, അതുപോലെ ഒരു അടിമ, ഒരു ദാസൻ, അള്ളാഹുവിന്റെ ഒരു വിശ്വാസിയായിട്ടുള്ള ഒരു മനുഷ്യൻ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുമ്പോൾ അള്ളാഹു അതിനേക്കാളേറെ അഷദ്ദു ഫർഹൻ എന്നാണ്, അതിനേക്കാൾ കൂടുതലായി അള്ളാഹു സന്തോഷിക്കുമെന്നാണ്. അപ്പോ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഹദീസില് നേരത്തെ പറഞ്ഞ സൈനബ് സാഹിബ് പറഞ്ഞ റഊഫ് വരുന്നുണ്ട്, റഹീം വരുന്നുണ്ട്, പിന്നെ അതേപോലെ തന്നെ പുറത്തു കൊടുക്കാനുള്ള ഗഫാർ എന്ന് പറയുന്ന അള്ളാഹുവിന്റെ നാമം എല്ലാം കൂടി ഉൾച്ചേർന്നിട്ട് കിടക്കുന്ന ഒരു ഹദീസായിട്ട് നമുക്കതിനെ ഫീൽ ചെയ്യും. വേറൊരു ഭാഗത്ത് പറയുന്നത്, അതായത് എപ്പോഴാണ് അള്ളാഹു പാപം സ്വീകരിക്കും, എത്ര സമയം വരെ സ്വീകരിക്കും, ഇന്നല്ലാഹ യഖ്ബലു തൗബത്തൽ അബ്ദി മാലം യുഅസ്ജൽ, മരണവേദന ആരംഭിക്കാത്ത കാലത്തോളം. എന്ന് പറഞ്ഞാല് അവസാന നിമിഷത്തില് ഫിറഔനൊക്കെ പറഞ്ഞതുപോലെ പറയുന്ന രീതിയിലല്ല, മരണവേദന ആരംഭിക്കാത്ത കാലത്തോളം അള്ളാഹു തന്റെ അടിമയുടെ, തന്റെ ദാസന്റെ തൗബ സ്വീകരിക്കുമെന്ന് കാണാം. പിന്നെ മറ്റൊരു ഹദീസ് നമ്മൾ സാധാരണ കേൾക്കുന്ന, അള്ളാഹു തന്റെ കൈകൾ നീട്ടിയിരിക്കുന്നു ബില്ലൈലി, രാത്രിയിൽ, ലിയതൂബ മുസീഅൻ നഹാർ, പകല് തെറ്റ് ചെയ്ത ഒരാൾ ചിലപ്പോ രാത്രിയിലായിരിക്കാം ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അയാളുടെ എല്ലാ പകലിലെ വ്യവഹാരങ്ങളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കാം ഒരു പക്ഷെ തന്റെ ഭാഗത്തുനിന്ന് വന്ന് തെറ്റ് സംഭവിച്ചിട്ടുണ്ട് എന്ന് തിരിച്ചറിവുണ്ടാവുന്നു. അപ്പൊ അള്ളാഹു എന്താണ്, ആ അടിമയുടെ തൗബ ആ സമയത്ത് സ്വീകരിക്കും. ഇനി ഒരു മനുഷ്യൻ രാത്രിയുടെ ഏകാന്തതകളിൽ അയാളെ ഭാഗത്തുനിന്ന് തെറ്റ് സംഭവിച്ചു, പകലിലാണ് അയാൾക്ക് അതിനെ കുറിച്ചുള്ള ഒരു ബോധോദയം ഉണ്ടാകുന്നതെങ്കിൽ പകലിലും അള്ളാഹു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ, അള്ളാഹു ഇങ്ങനെ പിന്നെ ഒരു ഓഫീസൊക്കെ തുറന്നിരിക്കുന്ന രൂപത്തിലല്ല നമ്മൾ അതിനെ കാണേണ്ടത്. അതായത് ഒരു അടിമയ്ക്ക് എപ്പോഴാണോ മനസ്താപം ഉണ്ടാകുന്നത്, ഒരു അടിമ എപ്പോഴാണോ തന്റെ ചെയ്തികളെ തിരിച്ചറിയുന്നത്, ഒരു അടിമ എപ്പോഴാണോ ഖേദിച്ച് മടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നത്, ആ സമയത്തൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല അടിമയുടെ പശ്ചാത്താപം സ്വീകരിക്കാൻ അവൈലബിൾ ആണ് എന്നാണ് ആ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നത്. പിന്നെ ഇനി ഏത് പാപങ്ങളാണ് സ്വീകരിക്കുക എന്ന് ചോദിക്കുന്നിടത്ത് നമുക്കൊക്കെ ആശ്വാസമായിട്ട് പ്രവാചകന്റെ ഒരു ഹദീസ് നമുക്ക് കാണാൻ പറ്റും. അതായത് പിന്നെ യബ്ന ആദം ലൗ ബലഗത ദുനൂബക അനാന സമാൻ, പിന്നെ ആകാശത്തിന്റെ ആ ഉച്ചയോളം നിന്റെ പാപങ്ങൾ എത്തിയാലും അത്ര എത്തിയിട്ടാണ് ഒരു മനുഷ്യന് തിരിച്ചറിവ് വരുന്നത്, ഒരു മനുഷ്യൻ ആത്മപരിശോധന നടത്തുന്നതെങ്കിൽ അങ്ങനെ അയാൾ പശ്ചാത്തപിച്ച് മടങ്ങുകയാണെങ്കിൽ ആ മടങ്ങി വരുന്ന മനുഷ്യനെ അള്ളാഹു സുബ്ഹാനഹു തആല അയാളുടെ തൗബ സ്വീകരിച്ചുകൊണ്ട് അള്ളാഹു അയാളെ പശ്ചാത്താപം സ്വീകരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പം ഏതൊരർത്ഥത്തിൽ നമ്മൾ നോക്കിയാലും അള്ളാഹുവിന്റെ ഒരു കാരുണ്യം ഇതിൽ ഇഴചേർന്ന് കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ടാണ് പിന്നെ നമ്മളിപ്പോ അസ്മാഉൽ ഹുസ്നയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അസ്മാഉൽ ഹുസ്ന വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നതിന്റെ ഹുക്കുമുകൾ പറയുന്നിടത്ത് പറയുന്നുണ്ട്, നമ്മൾ ഓരോ ആവശ്യങ്ങളും ഒക്കെ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ അതിനോട് യോജിച്ച ഇസ്മുകൾ ഉപയോഗിക്കുന്നത് നന്നായിരിക്കും എന്ന് നമുക്ക് അതിന്റെ പിന്നെ അതിന്റെ ഹുക്കുമുകൾ പറയുന്നിടത്ത് പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. ഉദാഹരണത്തിന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളിപ്പോ പ്രാർത്ഥിക്കുകയാണ്, അതായത് മഗ്ഫിറത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, പാപമോചനം. അപ്പൊ യാ ഗഫൂർ യഗ്ഫിർലി, യാ അഫ്വൻ യഅഫു അന്നി, യാ തവ്വാബ് തുബ് അലയ്യ, ഇങ്ങനെ പ്രാർത്ഥിക്കുക. ഈ റിസ്ഖിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണമെങ്കിൽ യാ റസാഖ് ഉർസുഖ്നി റിസ്ഖൻ ഹലാലൻ വാസിയ, ഇങ്ങനെ ഏറ്റവും ആപ്റ്റ് ഓരോന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതിനോട് യോജിച്ച അസ്മാഉൽ ഹുസ്നകൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് എന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ പിന്നെ അള്ളാഹുവിന്റെ ഈ ഒരു നാമം, ഈ നാമങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള നമ്മുടെ പ്രാർത്ഥനകൾ, അള്ളാഹു ഇത്രമാത്രം നമ്മളെക്കാൾ അള്ളാഹു വിജിലന്റ് ആണെന്നാണ് ഇത് വായിക്കുമ്പോഴും പഠിക്കുമ്പോഴൊക്കെ നമുക്ക് തോന്നുന്നത്. കാരണം ഒരു പക്ഷെ നമ്മള് നമ്മുടെ തെറ്റുകളെ കുറിച്ച് ബോധവാന്മാരാവുന്നില്ല.
പക്ഷെ നമ്മുടെ ഒരു അവസ്ഥ നമ്മളെ സൃഷ്ടിച്ച സ്രഷ്ടാവായ അള്ളാഹുവിന് നന്നായി അറിയാവുന്നത് കൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ രക്ഷപ്പെടുത്താൻ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ, നമുക്ക് വരുന്ന തെറ്റുകളിൽ നിന്ന് നമ്മളെ കരകയറ്റാനുള്ള എല്ലാ വഴികളും നമുക്ക് തുറന്നു തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് തൗബയുടെ നിബന്ധനകൾ അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. തൗബയുടെ നിബന്ധനകൾ പറയുന്നിടത്ത് കാണാൻ പറ്റും, തെറ്റ് ആദ്യം നമ്മൾ ഉപേക്ഷിക്കണം, പിന്നെ ചെയ്ത തെറ്റിനെ സംബന്ധിച്ച് ആത്മാർത്ഥമായി പശ്ചാത്തപിച്ച് മടങ്ങണം. നേരത്തെ നമ്മൾ പറഞ്ഞ അതിലുള്ള ആ പാപത്തിലേക്ക് വീണ്ടും മടങ്ങില്ലെന്ന് ദൃഢനിശ്ചയം ചെയ്യണം. ഇതാണ് അള്ളാഹുവിനോട് നമ്മൾ തെറ്റ് ചെയ്താൽ, അതായത് ഞാനിപ്പോ നിസ്കരിക്കാതെ ഇരുന്നു, അല്ലെങ്കിൽ ഞാന് അള്ളാഹുവിന്റെ കൽപ്പനകള് ഏതെങ്കിലും പിന്നെ അള്ളാഹുമായിട്ടുള്ള ഇടപാടുകളിൽ എനിക്ക് എന്തെങ്കിലും പിഴവ് വന്നാൽ ഈ മൂന്നെണ്ണാണ് തൗബയുടെ നിബന്ധന. ഈ മനുഷ്യരുമായിട്ടുള്ള നമ്മുടെ ഇടപാടുകളിലാണ് തെറ്റ് സംഭവിച്ചതെങ്കിൽ നാലാമത്തെ ഒരു നിബന്ധന കൂടി ഉണ്ടാകും. അത് മറ്റൊരാളുടെ അവകാശം ഹനിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ വേറൊരാളുമായിട്ടുണ്ടായ പ്രശ്നത്തില് ആ പ്രശ്നം പരിഹരിച്ച് പിന്നെ അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങൾ ഹനിച്ചതാണെങ്കിൽ ആ അവകാശം തിരിച്ചു കൊടുത്ത്, ഒരാളുടെ നീതി നമ്മൾ നിഷേധിച്ചതാണെങ്കിൽ അയാൾക്ക് ആ നീതി വകവെച്ച് കൊടുത്തതിന് ശേഷമേ തൗബ ചെയ്യാനുള്ള ബാക്കി 3 നിബന്ധനകളിലേക്ക് നമുക്ക് കടക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിങ്ങനെ പഠിച്ചപ്പോ എന്റെ മനസ്സിൽ വന്നത്, അള്ളാഹുവിനോടുള്ള നമ്മുടെ ഇടപഴകലുകള്, അല്ലെങ്കിൽ അള്ളാഹുവും പിന്നെ അള്ളാഹുവിന്റെ ഒരു ദാസി എന്ന നിലക്ക് അള്ളാഹുവും നമ്മളും തമ്മിലുള്ള ബന്ധത്തിനിടയിൽ വരുന്ന വീഴ്ചകളെക്കാൾ നമ്മൾ സൂക്ഷിക്കേണ്ടത് മനുഷ്യരുമായിട്ടുള്ള ഇടപാടുകളിൽ, ഇടപഴകലുകളിൽ, അവരുമായുള്ള കൊള്ളക്കൊടുക്കുകളിൽ ഒരു തരത്തിലുള്ള വീഴ്ചകളും സംഭവിക്കാതിരിക്കാനാണ്. കാരണം അപ്പൊ പിന്നെ എന്ത് വേണ്ടി വരും, അത് വേറെ പരിഹരിക്കേണ്ടി വരും. അത് ഒരു പക്ഷെ നമ്മുടെ ആത്മാഭിമാനത്തിന് ചിലപ്പോൾ ക്ഷതമേൽക്കും, അല്ലെങ്കിൽ നമുക്കത് പ്രയാസമായി തോന്നും. അപ്പൊ നമ്മൾ എന്നാ പിന്നെ അതിന് പോകണ്ടെന്ന് വിചാരിക്കും, അങ്ങനെ ഇപ്പൊ തൗബ ചെയ്യണ്ടെന്ന് ചിലപ്പോ നമ്മുടെ മനസ്സ് പറഞ്ഞു എന്ന് വരാം. അപ്പൊ അതുകൊണ്ട് അള്ളാഹുമായിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിൾ ആണ്. കാരണം നമ്മളും അള്ളാഹും മാത്രമുള്ള ഒറ്റയ്ക്കുള്ളൊരു വേളയിൽ നമുക്ക് ആത്മാർത്ഥമായി അവിടെ തൗബ ചെയ്ത് മടങ്ങിയാൽ മതിയാവും. മനുഷ്യരുമായിട്ടുള്ള അതിൽ അങ്ങനെ ആകണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് ഈ അർത്ഥത്തിൽ അള്ളാഹു എന്ന് പറയുന്ന അത്തൗവാബായ അള്ളാഹുവിനെ പിന്നെ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെച്ചാൽ, പിന്നെ അത്തവാബ് എന്ന അള്ളാഹുവിന്റെ ആ ഒരു സിഫത്ത് ഏതെല്ലാം അർത്ഥത്തിലാണ് അള്ളാഹു നമുക്ക് നൽകുന്നത് എന്നതിനെ നമ്മുടെ മനസ്സിൽ സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ തീർച്ചയായും പിന്നെ എപ്പോഴും ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ട് എപ്പോഴും അള്ളാഹുവിലേക്ക് പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ പാപഭാരത്താൽ മടങ്ങിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു വിശ്വാസിയായി തീരാൻ നമുക്ക് കഴിയും. ആ അർത്ഥത്തിലാണ് അള്ളാഹുവിന്റെ ഓരോ അസ്മാഉൽ ഹുസ്നയിലെ ഓരോ നാമങ്ങളും അങ്ങനെയാണ്. ഞാനിപ്പോ അത്തവാബ് പറഞ്ഞത് കൊണ്ട് അതിനെ സ്പെസിഫൈ ചെയ്തിട്ട് ഈ അർത്ഥത്തിൽ പറയാണ്. അത് അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളിത് പറയുന്നുണ്ട്, അതൊക്കെ നമ്മുടെ പറച്ചില് മാത്രല്ലാതെ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കർമ്മപദങ്ങളിൽ, നമ്മുടെ ഒറ്റയ്ക്കുള്ള നമ്മളും അള്ളാഹുമായുള്ള വേളകളിൽ ഇതൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്തുവാനും അങ്ങനെ ശുദ്ധീകരിക്കപ്പെടാനും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ അത്തവാബ് എന്നുള്ള പ്രസന്റേഷൻ അവതരണം നമ്മൾ ഇതിനു മുമ്പുള്ള റൌഫ്, റഹീം, അൽ ഗഫാർ ഇതിനൊക്കെ കോംപ്ലിമെന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനോടൊക്കെ ചേർന്ന് നിൽക്കുന്ന രൂപത്തിലുള്ള ഒരു അവതരണമായി. നമ്മൾ ഇന്നത്തെ എല്ലാ തുടക്കം മുതലുള്ള എല്ലാ അവതരണങ്ങളും ഇപ്പോ ഫസ്റ്റ് അൽ അലീൽ തുടങ്ങി അൽ സമീർ, അൽ ഹാദി, അൽ മാലിക്, അൽ ഗഫാർ, റൌഫ്, റഹീം, മറ്റു അവസാനം അത്തവാബ്, ഇതൊക്കെ ഇങ്ങനെ ഒരു പഠിച്ചവന്റെ ഗുണവിശേഷണങ്ങള് ശരിക്കൊരു നൂലിൽ കോർത്ത പോലെ വളരെ മനോഹരമായി ഒന്നൊന്നിനോട് ചേർന്ന് നിൽക്കുന്ന രൂപത്തിൽ ആണ് അവതരിക്കപ്പെട്ടിട്ടുള്ളത്. ഇത് ഓരോരുത്തരെ അവരുടെ ഏറ്റവും അവര് പഠിച്ചത് സ്വയം തിരഞ്ഞെടുത്തതാണ്, നമ്മൾ കൊടുത്തത്, അങ്ങനെയൊന്നുമല്ല. പക്ഷെ അത് അവതരിച്ച് വന്നപ്പോ നമുക്ക് അത് ബോധ്യപ്പെടുന്നത് ഓരോ പഠിച്ചവന്റെ ഓരോ അസ്മാഉൽ ഹുസ്നകളും മറ്റൊന്നിനോട് ചേർന്ന് നിൽക്കുന്ന രൂപത്തില് ഈ പരസ്പര പൂരകമായി മനോഹരമായി ചേർന്ന് നിൽക്കുന്ന ഒരു അനുഭവമാണ്. അപ്പൊ അത് ഒരു അവതരണത്തിൽ തന്നെ പറഞ്ഞതുപോലെ
ഓരോ അസ്മാഉൽ ഹുസ്ന കൂടുതൽ പഠിക്കുമ്പോഴും അള്ളാഹുവിനെ കൂടുതൽ അറിയുവാനും അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുവാനുമുള്ള ഒരു അവസരമായിട്ട് മാറുകയാണ്. അള്ളാഹുവിന്റെ തിരുനാമങ്ങളെ കൂടുതൽ കൂടുതൽ ആഴത്തിൽ പഠിക്കുവാനും ആ തിരുനാമങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളിലും നമ്മുടെ സ്വഭാവത്തിലും നമ്മുടെ നിത്യജീവിതത്തിലും എല്ലാം ആ തിരുനാമങ്ങളുടെ വിശേഷങ്ങൾ പകർത്തിക്കൊണ്ട് നാളെ അള്ളാഹുവിന്റെ സ്വർഗം നേടുന്ന സൗഭാഗ്യവാന്മാരിൽ പെടുവാൻ പടച്ച റബ്ബ് നമ്മെ തൗഫീക്ക് നൽകുമാറാകട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين امين برحمتك يا ارحم الراحمين واخر دعوانا ان الحمد لله رب العالمين.